السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وإذا جاءتهم آية قالوا لن نؤمن حتى نؤتى مثل ما أوتي رسل الله. الله أعلم حيث يجعل رسالته. سيصيب الذين أجرموا صغار عند الله وعذاب شديد بما كانوا يمكرون. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കൂടിയത് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമിനെ അല്ലാഹു നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുകയും സ്നേഹിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ നൂറുൻ അലാ നൂറ് തുടങ്ങാൻ വളരെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം എടുക്കാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അന മദീനത്തുൽ ഇൽമി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിജ്ഞാനത്തിന്റെ മഹാപട്ടണമാണത്. അതിൽ നിന്ന് നമുക്കൊക്കെ പറയാൻ സാധിക്കുക എന്താണ്? ഏതെങ്കിലും ആ പട്ടണത്തിന്റെ ചില മുക്ക് മൂലകളെ സ്പർശിക്കാൻ തന്നെ നമുക്ക് പ്രയാസമാണ്. ആ മഹാകടൽ, വൻകടൽ, അതിൽ നിന്ന് ഏതാനും ചില തുള്ളികൾ മാത്രമാണ് നമ്മളൊക്കെ കോരിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നാനാ വശങ്ങളെ സംബന്ധിച്ച് പറയേണ്ടി വരും. പല കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കേണ്ടി വരും. ലോകത്തുള്ള എന്തൊക്കെ നന്മയുണ്ടോ അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവസാനം ചെന്നെത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുക, തങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കഴിവിന്റെ പരമാവധി അറിയാൻ വേണ്ടി ശ്രമിക്കുക, ഇത്രയൊക്കെ തന്നെ നമുക്ക് സാധിക്കുകയുള്ളൂ. അതേസമയം തങ്ങളുമായി സംസാരിക്കുന്ന വിഷയങ്ങൾ എല്ലാതും ഒരേ സ്വഭാവമുള്ളതല്ല, എല്ലാതും ഒരേ സ്വഭാവത്തിലുള്ളതല്ല. ചിലതിനേക്കാൾ ഗൗരവമേറിയതും അല്ലാത്തതും ഉണ്ടാവും. അപ്പൊ അതത് വിഷയങ്ങൾ അതേ അർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ശ്രദ്ധയോടെ പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു വിഷയം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാ വിഷയങ്ങളും ഒരുപോലെയാവുകയില്ലല്ലോ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ചർച്ച തുടങ്ങാനുള്ളത് നബൂവത്ത് എന്ന വിഷയമാണ്. എന്താണ് ഇപ്പൊ ഈ നബൂവത്ത്? ഒരാൾ നബിയാവുക, റസൂലാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നബൂവത്ത്, റിസാലത്ത് എന്ന് പറഞ്ഞാൽ? അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിപ്പോ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കേണ്ടതും അല്ല. അതേസമയം നബുവത്തിനെ സംബന്ധിച്ചുള്ള ധാരണാ പിഴവുകൾ അത് വലിയ അബദ്ധത്തിനും അല്ലെങ്കിൽ നബുവത്തിന്റെ സ്ഥാനത്തോട് ചേരാത്ത തരത്തിലുള്ള ധാരണകൾക്കൊക്കെ വഴിവെക്കും. അത് അപകടകരമാണ്. അത്തരം കുറവുകൾ നമ്മുടെ ഇടയിൽ പലർക്കും ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ്, ഒരു തോന്നലാണ് ഇങ്ങനെ ഒരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ പ്രേരണയായത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. നബൂവത്താണ് ചർച്ച ചെയ്യുന്ന വിഷയം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അത്തരം താല്പര്യത്തോടു കൂടെ തന്നെയായിരിക്കണം ക്ലാസ് ഇരിക്കുന്നത്. ഇയാളെന്തൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വേണമെങ്കിൽ ആവട്ടെ എന്ന ഒരു ധാരണയോടുകൂടെ ഇരിക്കരുത്. അങ്ങനെ ആവുമ്പോൾ പിന്നെ എനിക്കിതിലും പറയാൻ താല്പര്യം ഉണ്ടാവില്ല. ഇത് കേൾക്കാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള ആളുകളാണ് എന്റെ മുന്നിൽ ഉള്ളത് എന്ന ഒരു ബോധം ഉണ്ടാവുമ്പോഴല്ലേ എനിക്കും അത് പറയാനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. കാരണം ഇത് കുറെ മെനക്കെട്ടുണ്ടാക്കുന്ന വിഷയങ്ങളാണത്. കുറച്ച് മെനക്കെടുണ്ട്, പക്ഷെ അധ്വാനമുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം? അതിന്റെ ഗൗരവം നിങ്ങൾ തിരിച്ചറിയണം. ശ്രദ്ധയോടെ കേൾക്കണം. കാര്യങ്ങൾ പരമാവധി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അത്തരം ഒരു ആത്മാർത്ഥത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നബൂവത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ ഒരു സമൂഹത്തിൽ നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് കൂടേണ്ടതുണ്ട്. ഒരു പ്രവാചകൻ ഒരു സമൂഹത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ അതിന്റെ മുന്നോടിയായി ചെയ്തു തീർക്കേണ്ടതുണ്ട്, ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഒരു പ്രവാചകൻ വരുന്നത്, ജന്മമെടുക്കുന്നത്. അത് എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ എല്ലാ നബിമാരുടെയും നുബുവത്ത് ഒരുപോലെയല്ല. ചിലരുടെ നുബുവത്ത് ചിലരുടേതിനേക്കാൾ വളരെ ശക്തവും ഗൗരവമേറിയതുമായിരിക്കും. ഇപ്പൊ മൂസാ നബി അലൈഹിസ്സലാം, അതുപോലെ ഉലുൽ അസ്മിൽപ്പെട്ട അമ്പിയാക്കൾ, അതുപോലെ ഉള്ള ആളുകൾ, അവരുടെ നുബുവത്തും മറ്റുള്ളവരുടേതും ഒരുപോലെയാവുകയില്ല. പക്ഷെ എന്തായാലും ഒരു പ്രവാചകൻ വരുമ്പോ ആ പ്രവാചകൻ വരുന്നതിന്റെ മുൻപായി, ജന്മമെടുക്കുന്നതിന്റെ മുൻപായി തന്നെ ഒരുപാട് വിഷയങ്ങൾ ഒരുമിച്ച് കൂടേണ്ടതുണ്ട്, ഘടകങ്ങൾ നിർബന്ധമായും ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ നിന്ന് ഓരോ ഘട്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു പോവുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ നമ്മുടെ വിഷയം. നബുവത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് പറയുന്നത് തങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചാണ്. അഥവാ റസൂലുള്ളാഹി ജനിച്ച കുടുംബം, ഏതൊക്കെ പിതാക്കന്മാരുടെ മുതുകിലൂടെ, ഏതൊക്കെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിലൂടെയാണോ റസൂലുള്ളാഹി തങ്ങളാകുന്ന ആ പ്രവാചകന്റെ ആത്മാവ് കടന്നു വന്നത്, ആ നൂറ് കടന്നു വന്നത്, അതിനെ സംബന്ധിച്ചാണ്, ആ പിതാക്കന്മാരെ സംബന്ധിച്ചാണ്, ആ കുടുംബത്തെ സംബന്ധിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. വളരെ ചുരുങ്ങിയ രൂപത്തിൽ ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം വളരെ വൈകിപ്പോയി നമ്മൾ തുടങ്ങാൻ. അതുകൊണ്ട് കൂടുതൽ സമയം ഇരുത്തി ഇങ്ങനെ ചടക്കുന്നതിലൊരർത്ഥമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ആ വിഷയ സംബന്ധമായി പറയുന്നത്. അത് മൊത്തത്തിൽ മനസ്സിലാക്കി വെച്ചാൽ തന്നെ ആ ഒരു വിഷയത്തിലേക്കുള്ള ഒരു ഏറെക്കുറെ ധാരണ, അതിനെ സംബന്ധിച്ചുള്ള ധാരണ നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നേരത്തെ ഓതിവെച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൈദാ ജാഅത്ഹും ആയത്തുൻ ഖാലൂ ലൻ നുഅ്മിന ഹത്താ നൂതാ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹി അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു. ഇത് സൂറത്തുൽ അൻആമിലെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ആ ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു ആയത്ത്, ഒരു ദൃഷ്ടാന്തം വരുമ്പോ അവർ പറയും, ലൻ നുഅ്മിന ഹത്താ നൂതാ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ മുർസലീങ്ങൾ എന്ന് പറയുന്നവര്, അമ്പിയാക്കള്, മുർസലീങ്ങൾ, അവർക്ക് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കും നൽകപ്പെടണം എന്നെങ്കിലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. അമ്പിയാക്കൾക്ക്, മുർസലീങ്ങൾക്ക് അള്ളാഹു തആല അവന്റെ ആയത്തുകൾ നൽകുമ്പോ ആ ആയത്തുകളെ വിശ്വസിക്കണം. ആരിലേക്കാണോ ആ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടതെങ്കിൽ അവർ വിശ്വസിക്കണം. അത് അവർ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഹത്താ നൂതാ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ആ മുർസലീങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കും നൽകണം, എന്നെങ്കിലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്നു. അവരാ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? ആ മുർസലീങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കും നൽകപ്പെടണം, അപ്പോഴേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുക്കം എന്താണ്? അതായത് അവർക്ക് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കും നൽകപ്പെടണമെന്ന് പറഞ്ഞാൽ അതൊരു വാദമാണ്, അതൊരാവശ്യമാണ്. ഈ ആവശ്യം നിലകൊള്ളുന്നത് അവരുടെ ഒരു ധാരണയിൽ നിന്നാണ്. അതെന്താണ്? അവർക്ക് നൽകപ്പെടാമെങ്കിൽ ഞങ്ങൾക്കും നൽകപ്പെടാലോ. അവർക്ക് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് നൽകപ്പെടണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവർക്ക് നൽകപ്പെടാമെങ്കിൽ ഞങ്ങൾക്കും നൽകിക്കൂടെ? കാരണം എന്താ? ഞങ്ങളും മനുഷ്യന്മാര് തന്നെ, അവരും മനുഷ്യന്മാര് തന്നെ, ഞങ്ങളും അവരൊക്കെ സമം തന്നെ അല്ലേ? ഞങ്ങളെപ്പോലെ അവരും മനുഷ്യന്മാർ തന്നെയല്ലേ? ഞങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർക്ക് നൽകപ്പെടാമെങ്കിൽ ഞങ്ങൾക്കും അത് നൽകപ്പെടാലോ എന്ന ഒരു ധാരണ, ഒരു വാദം ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുണ്ട്. അതിൽ നിന്നാണ് അവരാ പറയുന്നത്, ആവശ്യപ്പെടുന്നത്, എങ്കിൽ ഞങ്ങൾക്കും നൽകണം എന്നെങ്കിലേ വിശ്വസിക്കുള്ളൂ. അപ്പോ നബുവത്ത് അല്ലെങ്കിൽ റിസാലത്ത്, അമ്പിയാക്കളാവാ മുർസലീങ്ങളാവാ എന്ന മുർസലീങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആർക്കും പറ്റും. അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും പറ്റും. അതൊക്കെ എല്ലാവർക്കും പറ്റുന്ന ഒരു ഏർപ്പാടാണ്, പ്രവൃത്തിയാണ്, കാര്യങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും നൽകണം, ഞങ്ങളും അവരെ പോലെ തന്നെയല്ലേ. അഥവാ ഞങ്ങളും അവരെ പോലല്ലേ എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളെ പോലല്ലേ എന്നർത്ഥം. ഞങ്ങളും അവരെ പോലെ തന്നെയല്ലേ, അഥവാ അവർ ഞങ്ങളെയും പോലെ തന്നെയല്ലേ എന്ന ഒരു വാദം. ആ വാദത്തിൽ നിന്നാണ് ഞങ്ങൾക്കും നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടത്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ റദ്ദ് ചെയ്യുന്നത്. അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു.
ഞങ്ങൾക്കും നൽകപ്പെട്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്നതിന് അള്ളാഹു റദ്ദ് ചെയ്തത് എങ്ങനെ? അള്ളാഹു ആലമു, അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. എന്ത്? ഹൈസു യജ്അലു റിസാലതഹു, അവന്റെ റിസാലത്തിനെ എവിടെ നിശ്ചയിക്കണമെന്ന് അള്ളാഹുവിന് നല്ലവണ്ണം അറിയാം. അതാരും പറയണ്ട. റിസാലത്ത് ആർക്ക് കൊടുക്കണം, എവിടെയാ റിസാലത്തും നുബുവത്തൊക്കെ നൽകേണ്ടത്, ആരെയാ റസൂലും നബിയൊക്കെ ആക്കേണ്ടത് എന്നത് അള്ളാഹുവിന് നല്ലവണ്ണം അറിയാം. അത് നിങ്ങളാരും പറയണ്ട എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? റിസാലത്ത് നൽകപ്പെടാൻ പ്രത്യേക സ്ഥാനങ്ങളുണ്ട്, അവിടെയേ അത് നൽകൂ, അവിടെ അത് നൽകാൻ പറ്റുള്ളൂ. അത് ഏതാണ് എന്ന് അള്ളാഹുവിന് അറിയാം എന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്തായി? എല്ലാവർക്കും നൽകാൻ പറ്റുന്ന ഒരു പണിയൊന്നല്ല, എല്ലാവർക്കും ഏൽപ്പിക്കാൻ പറ്റിയ ഒരു കാര്യവുമല്ല ഏത് റിസാലത്ത് നുബുവത്ത് എന്ന് പറഞ്ഞാൽ. അത് ഏൽപ്പിക്കപ്പെടാൻ പ്രത്യേക സ്ഥാനങ്ങളുണ്ട്, അവിടെ മാത്രമേ അത് പറ്റൂ. അതിന് പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് അള്ളാഹുവിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കും നൽകണമെന്ന വാദം ഒന്നും ശരിയല്ല, കാരണം അതെല്ലാവർക്കും നൽകാൻ പറ്റിയതല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്ഥാപിക്കുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വളരെയധികം പറഞ്ഞിട്ടുണ്ട്. ഇമാം ത്വബരി, ഇമാം ഇബ്നു കസീർ, ഇമാം റാസി പറഞ്ഞത് ഫൽ മാന അന്ന ലിറിസാലത്തി മൗളിഅൻ മഖ്സൂസൻ, ഈ അല്ലാഹു അഅലം ഹൈസു യജഅലു റിസാലത്തുഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം റിസാലത്തിന് പ്രത്യേകമായ സ്ഥാനമുണ്ട്. ലാ യസ്ലുഹു വളുഹുഹാ ഇല്ലാ ഫീഹി, ആ പ്രത്യേക സ്ഥാനങ്ങളിൽ അല്ലാതെ ആ റിസാലത്തിനെ വെക്കാൻ പറ്റൂല. എന്താണ് ആ പറഞ്ഞത്? റിസാലത്ത് നൽകപ്പെടേണ്ടത് എവിടെയാണെന്ന് അള്ളാഹുവിന് നല്ലവണ്ണം അറിയാം എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ നൽകപ്പെടണമെങ്കിൽ തന്നെ അതിന് പ്രത്യേക സ്ഥാനമുണ്ട്. ഇതൊക്കെ വളരെ ഏറെ നമ്മൾ ചിന്തിപ്പിക്കേണ്ട വാക്കുകളാണത്. അള്ളാഹുവിന്റെ കലാമല്ലേ. റിസാലത്ത് നൽകപ്പെടേണ്ട സ്ഥാനം പ്രത്യേകമായുണ്ട്, അവിടെ അത് നൽകാൻ പറ്റൂ എന്ന് വെച്ചാൽ ഒരു റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിൽ നിന്ന് നിശ്ചയിക്കുമ്പോ ആ റിസാലത്ത് നൽകപ്പെടുന്നതിന്റെ മുൻപ് തന്നെ ആ വ്യക്തി ഒരു പ്രത്യേക വ്യക്തിയായിരിക്കണം, പ്രത്യേകമായ സ്ഥാനത്തെ അത് വെക്കാൻ പറ്റൂ എന്ന് വെച്ചാൽ നൽകപ്പെടാൻ പോകുന്ന വ്യക്തി തന്നെ ഒരു സാധാരണ എല്ലാവരെയും പോലെ ഒരു മനുഷ്യനായാൽ പോരാ, ഒരു പ്രത്യേക വ്യക്തിയായിരിക്കണം. ആ വ്യക്തിക്ക് അത് നൽകാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ റിസാലത്ത് നൽകപ്പെടുന്നതിന്റെ, നുബുവത്ത് നൽകപ്പെടുന്നതിന്റെ മുൻപ് തന്നെ റസൂലാകുന്നയാൾ, നബിയാകുന്നയാൾ ആരാണ്? ഒരു പ്രത്യേക മനുഷ്യനാണ്. എല്ലാവരെയും പോലെ സാധാരണ ഒരു മനുഷ്യനാവാൻ പറ്റില്ല. അല്ലാതെ പിന്നെ വേറിട്ട ഒരു പ്രത്യേകതകൾ ഒരുമിച്ച് കൂടിയ, പ്രത്യേകമായ ചില ഘടകങ്ങൾ ഒത്തിണങ്ങിയ, ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒരാളായിരിക്കണം അവിടെ അത് നൽകാൻ പറ്റൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ റിസാലത്ത് നുബുവത്ത് നൽകപ്പെടുന്നതിന് മുൻപ് തന്നെ സാധാരണ മറ്റ് ജനങ്ങളിൽ നിന്ന് ഈ വ്യക്തി ഒരു വേറിട്ട ആളായിരിക്കൽ നിർബന്ധമാണ്. അവർക്കൊക്കെ അത് നൽകാൻ പറ്റുള്ളൂ, എല്ലാവർക്കും പറ്റൂല എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിന്റെ വളരെ വ്യക്തമായ ഒരു അധ്യാപനമാണ്. ഖുർആൻ അടിസ്ഥാനപരമായി സ്ഥാപിച്ച ഒരു കാര്യമാണ്. ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവാചകനാകുന്നതോടുകൂടി, അല്ലെങ്കിൽ റിസാലത്തോ നുബുവത്തോ നൽകപ്പെടുന്നതോടുകൂടി അദ്ദേഹത്തിന് പ്രത്യേകതകളും മഹത്വങ്ങളും ഉണ്ടായി. അതിന്റെ മുൻപ് അദ്ദേഹം ഒരു കേവലം സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് എന്ന് ചില ആളുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ നിഷേധികളുടെ അടിസ്ഥാനവാദമാണത്. അമ്പിയാക്കളെ നിഷേധിച്ചവരാണ് ലൻ ഉമ്മിന ഹത്താ നൂതാ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്, ഞങ്ങളും അവരൊക്കെ സമമാണെന്ന് പറഞ്ഞവർ. ഞങ്ങളും അവരൊക്കെ സമമാണ്, ആ സമമായ ആളുകൾക്ക്, ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് നൽകപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കും നൽകപ്പെടാലോ. അപ്പൊ നൽകപ്പെടുന്നതിന്റെ മുൻപ്, ഏറ്റവും ചുരുങ്ങിയത് നബുവത്ത് റിസാലത്ത് നൽകപ്പെടുന്നതിന്റെ മുൻപ് ഞങ്ങളും അവരും സമക്കാരനല്ലേ? ഈ വാദം എന്താ അതിന്റെ അർത്ഥം? നുബുവത്ത് റിസാലത്ത് നൽകപ്പെടുന്നതിന് മുമ്പ് അവർ എല്ലാവരെയും പോലെ ഒരാൾ മാത്രമാണ്. റിസാലത്ത് നൽകപ്പെട്ടതിന്റെ ശേഷം മാത്രമേ പ്രത്യേകമായി എന്തെങ്കിലും മഹത്വങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ളൂ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അമ്പിയാക്കളുടെ ശത്രുക്കളായ നുബുവത്തിന്റെ നിഷേധികളുടെ അടിസ്ഥാന തത്വമാണ്. ഇതാണ് നമ്മുടെ ലേബിളിൽ നടക്കുന്ന ചില അല്പജ്ഞാനികൾ എന്ത് ചെയ്യുന്നത്? പ്രചരിപ്പിക്കുന്നത്. അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ അവര് നുബുവത്ത് നൽകപ്പെടുന്നതിന് മുമ്പ് സാധാരണ ആളുകളിൽ ഒരു മനുഷ്യൻ അത്രേ ഉള്ളൂ.
സാധാരണ ഒരു മനുഷ്യൻ മാത്രം. നൽകപ്പെടുന്നതോടു കൂടിയാണ് അവർക്ക് മഹത്വങ്ങൾ ഉണ്ടാകുന്നത്. അതുവരെ ഒരു സാധാരണക്കാരൻ മാത്രമാണെന്നത് അത് നബുവത്ത് നിഷേധികളുടെ അടിസ്ഥാന തത്വമാണ്. അള്ളാഹു ഇവിടെ സ്ഥാപിച്ചത് നബുവത്ത് നൽകപ്പെടണമെങ്കിൽ തന്നെ പ്രത്യേക സ്ഥാനമുണ്ട്. അപ്പൊ നൽകപ്പെടുന്നതിന്റെ മുൻപ് തന്നെ ആ സ്ഥാനം പ്രത്യേകതയുള്ളതാണ് എന്നാണ് പറഞ്ഞത്. അവിടെ അത് നൽകാൻ പറ്റൂ. സാധാരണക്കാരിൽ സാധാരണയായ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റൂല, നബുവത്ത് നിശ്ചയിക്കാനോ റിസാലത്ത് നൽകപ്പെടാനോ പറ്റില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. അത് പണ്ഡിതന്മാരൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ മറ്റു പല സ്ഥലങ്ങളിലും നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. وقالوا لولا نزل هذا القرآن على رجل من القريتين عظيم أهم يقسمون رحمة ربك نحن قسمنا بينهم معيشتهم في الحياة الدنيا എന്ന് പറഞ്ഞു. ഇവിടെയും മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇമാം ഇബ്നു കസീർ, അതായത് എന്താ മക്കയിലെയും ത്വായിഫിലെയും വലിയ വലിയ ആൾക്കാർ എന്ന് പറയണവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എന്തേ നൽകായിരുന്നത്, ഞങ്ങൾക്കൊക്കെ നൽകുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ എന്ന് ചില ആളുകൾ പറഞ്ഞു. മക്കയിലെയും ത്വായിഫിലെയും പ്രധാനികളായ ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അവർക്കൊക്കെ നൽകാതിരുന്നത് എന്തേ, മുഹമ്മദിനാ നൽകാൻ പറ്റിയത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല അതിനെ റദ്ദ് ചെയ്തു. അഹും യഖ്സിമൂന റഹ്മത്ത് റബ്ബിക, അങ്ങയുടെ റബ്ബിന്റെ റഹ്മത്തിനെ അവരാണോ നിശ്ചയിക്കുന്നത്? എവിടെ വെക്കേണ്ടത്, ആർക്കാ കൊടുക്കേണ്ടത് അവരാ തീരുമാനിക്കുന്നത് എന്ന് അല്ലാഹു തആല അതിനെ റദ്ദ് ചെയ്തു. അപ്പൊ അതും അവിടെ അതിന്റെയും ഉദ്ദേശം അത് തന്നെയാണ്. റിസാലത്ത് അല്ലെങ്കിൽ നബുവത്ത് എന്ന് പറയുന്നത് അത് നൽകാൻ യോഗ്യതയുള്ള അർഹതയുള്ള പ്രത്യേകമായ ചില ആളുകളുണ്ട്, സ്ഥാനങ്ങൾ ഉണ്ട്, അവിടെ അത് നിശ്ചയിക്കാൻ പറ്റുള്ളൂ എന്നാണ് ആ പറഞ്ഞതിന്റെയും ചുരുക്കം. ഇമാം ഇബ്നു കസീറൊക്കെ അത് വിശദീകരിച്ചത് കാണാൻ പറ്റും. അപ്പൊ ചുരുക്കത്തിൽ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു, റിസാലത്ത് നൽകപ്പെടുക എന്ന് പറയുന്നത് അതൊരു ചില്ലറ ചെറിയ പരിപാടി ഒന്നുമല്ല. അതിങ്ങനെ ഏതെങ്കിലും ഒരു വഴിപോക്കനെ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് നബിയാക്കുന്ന ഏർപ്പാടുമല്ല. മറിച്ച് അത് നൽകപ്പെടണമെങ്കിൽ അതിന്റെ മുൻപ് ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് വിശേഷണങ്ങൾ ഒത്തിണങ്ങേണ്ടതുണ്ട്. അത്തരം പ്രത്യേകമായ സ്ഥാനങ്ങളിൽ മാത്രം നൽകപ്പെടുന്നതാണ് നബുവത്ത്, റിസാലത്ത്. അഥവാ നൽകപ്പെടുന്നതിന്റെ മുൻപ് തന്നെ അവർ പ്രത്യേകക്കാരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ സ്ഥാപിക്കുന്നത്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഇതിപ്പോ ഒരു ചെവിയിലൂടെ കേട്ടിട്ട് അപ്പുറത്തു കൂടെ അങ്ങോട്ട് വിടരുത്. കാരണം ഇത്തരം വാദങ്ങളൊക്കെ പലപ്പോഴായി നമ്മൾ കേൾക്കേണ്ടി വരാറുണ്ട്. വാട്സപ്പിലൂടെയും മറ്റും പറയാറുണ്ട്. അവർ പ്രവാചകന്മാർക്ക് മഹത്വമുണ്ടായത് അവർ പ്രവാചകന്മാരാകുന്നതോടുകൂടെയാണ്. അതിന്റെ മുൻപ് ഒന്നും അറിഞ്ഞുകൂടാത്ത, ഒന്നുമില്ലാത്ത ഒരു സാധാരണ അറബി പയ്യന്മാര് എന്ന് വരെ പറയാൻ വേണ്ടി, അറബി പയ്യൻ എന്ന് പറയാൻ വേണ്ടി പോലും താടി മുളച്ച ചില ആളുകൾ, അല്ലെങ്കിൽ പ്രബോധകരായി രംഗത്ത് പ്രവർത്തിക്കുന്ന ചില ആളുകളൊക്കെ ശ്രമിക്കാറുണ്ട്, ധൈര്യം കാണിക്കാറുണ്ട്. വിവരമില്ലെങ്കിൽ അതിങ്ങനെ വിളമ്പും കൂടി ചെയ്താൽ എന്ത് ചെയ്യും? ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ വിവരദോഷികൾ വിഡ്ഢിത്തം വിളമ്പാണ്. അത്ര അതിനെ സംബന്ധിച്ച് ഒരു മിതമായ ഭാഷയിൽ പറയാൻ പറ്റുള്ളൂ. വസ്തുതക്ക് നിരക്കാത്തതാണ്. അത് ശരിക്കും മനസ്സിലാക്കി വെക്കന്നെ വേണം. അതിങ്ങനെ വരുമ്പോഴേക്ക് ഇതാ ഉസ്താദെ വന്നിരിക്കുന്ന ക്ലിപ്പ് മറുപടി പറഞ്ഞോടി എന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയല്ല. അപ്പോഴൊക്കെ എന്ത് ചെയ്യണം? മറുപടി സ്വന്തം നമുക്ക് കൊടുക്കാൻ കഴിയണം. അതിന് അടിസ്ഥാനപരമായി കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല സ്ഥാപിച്ചതാണ്. എല്ലാ തഫ്സീറുകളിലും അക്കാര്യങ്ങൾ പണ്ഡിതന്മാരൊക്കെ എടുത്ത് പറഞ്ഞ കാര്യവുമാണ്. അത് ശരിക്കും മനസ്സിലാക്കി വെക്കുക. അപ്പൊ അങ്ങനെ ഒരു സ്ഥാനം ഉണ്ട്. നിശ്ചിത സ്ഥാനത്ത്, പ്രത്യേക സ്ഥാനങ്ങളിൽ മാത്രമേ നബുവത്ത് നിശ്ചയിക്കൂ എന്ന് കാര്യം വ്യക്തമാണ്. എന്നാൽ എന്താണ് ആ യോഗ്യതകൾ? ഏതാണ് ആ സ്ഥാനം? നബുവത്ത് നൽകപ്പെടാൻ ആവശ്യമായ നിബന്ധനകളും പ്രത്യേകതകളും മഹത്വങ്ങളും യോഗ്യതകളും എന്താണ്? ഇതാണ് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, അല്ലാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ് ഇന്നല്ലാഹ സമീഉൻ ബസീർ. ഇതും നാം നേരത്തെ പറഞ്ഞ വസ്തുതയെ ഒന്നുകൂടി സ്ഥാപിക്കുന്ന ആയത്ത് തന്നെയാണ്. അല്ലാഹു തആല സൂറത്തുൽ ഹജ്ജിൽ പറയാൻ, അല്ലാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ നിന്നും വമിനൻ നാസി ജനങ്ങളിൽ നിന്നും മുർസലീങ്ങളായ ആളുകളെ പ്രത്യേകം തെരഞ്ഞെടുക്കുന്നുണ്ട്. മുർസലീങ്ങൾ, മലായികത്ത് അല്ലാഹുവിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് അമ്പിയാക്കളിലേക്ക് അവന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് മലക്കുകളിൽ നിന്നുള്ള മുർസലീങ്ങളുടെ ജോലി. മലക്കുകളിൽ നിന്നുള്ള മുർസലീങ്ങൾ അതാണല്ലോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആ മലക്കുകളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ജോലിയാണ് മനുഷ്യന്മാരിൽ നിന്നുള്ള മുർസലീങ്ങളുടെ ജോലി. ഇങ്ങനെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നത്
എത്തിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ള ഏൽപ്പിക്കപ്പെട്ട മലക്കുകളിലെയും മനുഷ്യരിലെയും മുർസലീങ്ങൾ. ഈ മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഫാ ചെയ്യുകയാണ്. കണ്ടോ? അപ്പൊ നേരത്തെ പറഞ്ഞ വിഷയം അല്ലാഹു തആല വിശദീകരിക്കുന്നു. ഏതാണ് ആ പ്രത്യേകമായ സ്ഥാനങ്ങൾ എന്ന് വിശദീകരിക്കാൻ അവരെ അല്ലാഹു തആല പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നുണ്ട്, കടഞ്ഞെടുക്കുന്നുണ്ട്, ഇസ്തിഫാ ചെയ്തെടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പറയാം, വിശദമായിട്ട് പറയണം. അത് സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തആല പറയാം. ഇത് ആരാണ്, ഈ ഇസ്തിഫാ ചെയ്യപ്പെട്ട മുർസലീങ്ങൾ ആരാണ് എന്ന് ഇമാം അബു സഊദ് വളരെ കൃത്യമായി വിശദമായി അവിടെ പറയുന്നുണ്ട്. അതിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, സൂറത്തുൽ ഹജ്ജിലെ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. പിന്നീട് ഞാനത് വായിക്കും. ഇവിടെ അതേ അർത്ഥത്തിൽ തന്നെ അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഇന്നല്ലാഹു അസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹീമ വ ആല ഇമ്രാന അലൽ ആലമീൻ ദുർരിയ്യതൻ ബഅ്ദുഹാ മിൻ ബഅ്ദിൻ വല്ലാഹു സമീഉൻ അലീം. ഇത് ആല ഇമ്രാനിൽ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഇസ്തിഫാ ചെയ്തു, കടഞ്ഞെടുത്തു, സംശുദ്ധമാക്കിയെടുത്തു. ആരെ? ആദം അലൈഹിസ്സലാമിനെ, വനൂഹൻ നൂഹ് നബി അലൈഹിസ്സലാമിനെയും, വആല ഇബ്രാഹിം വആല ഇമ്രാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തെയും, ആലു ഇമ്രാന്റെ കുടുംബത്തെയും. ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മറിയം അലൈഹിസ്സലാമിന്റെ വാപ്പുണ്ടല്ലോ, അവരെന്നെ ആല ഇമ്രാൻ, മറിയം അലൈഹിസ്സലാമിന്റെ ഉപ്പ. ആ ആൽ ഇമ്രാനിനെയും അല്ലാഹു തആല എന്ത് ചെയ്തു? അവരുടെ കുടുംബത്തെയും അല്ലാഹു തആല എന്ത് ചെയ്തു? ഇസ്തിഫാ ചെയ്തെടുത്തു, കടഞ്ഞെടുത്തു, സംശുദ്ധമാക്കിയെടുത്തു. അലൽ ആലമീന, ലോകത്തെ മറ്റുള്ള എല്ലാവരെക്കാളും അവരെ പ്രത്യേകക്കാരായി അല്ലാഹു തആല തെരഞ്ഞെടുത്തു. ദുർരിയ്യതൻ ബഅ്ദുഹാ മിൻ ബഅ്ദിൻ, ആ കുടുംബങ്ങൾ അവർ പരസ്പരം ബഅ്ദിൽ നിന്നുള്ളവരാണ്, ചിലരിൽ നിന്ന് ഉള്ളവരാണ്. അതൊക്കെ വലിയ അർത്ഥമുള്ള വാക്കുകളാണ് അല്ലാഹു പറയുന്നത്. അതായത് ഇതിനെ സംബന്ധിച്ച് ഇമാം അബൂ സഊദ് വിശദീകരിക്കുകയാണ്. എന്തെന്ന്? വൽ ഇസ്തിഫാ എന്ന് പറഞ്ഞാൽ അഖ്ദു മാ സഫാ മിനശ് ശൈഇ, ഒരു വസ്തുവെ ഇസ്തിഫാ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൽ നിന്ന് മറ്റുള്ള കലർക്കങ്ങളെ ഒക്കെ മാറ്റി, ആ വസ്തുവിൽ മറ്റെന്തെങ്കിലും കലർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ശുദ്ധീകരിച്ചു ആ വസ്തുവെ മാത്രം ഇങ്ങോട്ട് കടഞ്ഞെടുക്കുന്നതിനാണ് എന്ന് പറയുക, ഇസ്തിഫാ എന്ന് പറയുക. ഇതിന്റെ ഉദ്ദേശം ഇവിടെ എന്താണ്? മസ്സല ബിഹി ഇഖ്തിയാറുഹു തആല ഇയ്യാഹുൻ നുഫൂസൽ ഖുദ്സിയ്യ വമാ യലീഖു ബിഹാ മിനൽ മലക്കാത്തിർ റൂഹാനിയ്യത്തി വൽ കമാലാത്തിൽ ജിസ്മാനിയ്യ അൽ മുസ്തത്ബിഅതി ലിർറിസാലത്തി ഫി നഫ്സിൽ മുസ്തഫാ കമാ ഫി കാഫത്തിർ റുസുലി അലൈഹിമുസ് സ്വലാത്തു വസ്സലാം ഔ ഫി മൻ യുലാബിസുഹു വയൻശഉ അൻഹു കമാ ഫി മർയമ. അതായത് ഇവിടെ അല്ലാഹു തആല ഇസ്തിഫാ ചെയ്ത് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ, കടഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമ്പിയാക്കളുടെ നഫ്സിനെ അല്ലാഹു തആല എന്ത് ചെയ്തു? സംശുദ്ധമാക്കിയിട്ടുണ്ട്. സംശുദ്ധമായ നുഫൂസുകളാണ്, പരിശുദ്ധമായ നുഫൂസുകളാണ് അവർക്ക് അല്ലാഹു തആല നൽകിയത്. ആ നിലക്കുള്ള ഖുദ്സിയായ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ലേക്ക് ചേർത്തി പറയുന്ന അവന്റെ ആളുകൾ എന്ന നിലക്ക് ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രയോഗമാണ് ഖുദ്സിയായ, അഥവാ പരിശുദ്ധമായ ആ നുഫൂസുകളാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അതിനു ആവശ്യമായ ആത്മീയമായ പൂർണ്ണതകളും അതിനാവശ്യമായ ശേഷികളും അവർക്ക് നൽകിയിട്ടുണ്ട്. മിനൽ മലക്കാത്തിർ റൂഹാനിയ്യത്തി, ആത്മീയമായ അവർക്ക് ആത്മീയമായി ഉണ്ടാകേണ്ടുന്ന ശേഷികൾ, കഴിവുകളും, വൽ കമാലാത്തിൽ ജിസ്മാനിയ്യത്തി, ശാരീരികമായ പരിപൂർണതകളും അവർക്ക് നൽകിയിട്ടുണ്ട്. ആ നിലക്ക് അല്ലാഹു തആല അവരുടെ നഫ്സിനെ പരിശുദ്ധമാക്കി സംശുദ്ധമാക്കിയെടുത്തു. ദുർരിയ്യതൻ ബഅ്ദുഹാ മിൻ ബഅ്ദിൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കുടുംബത്തെയും അവർ പരസ്പരം ബഅ്ദിൽ നിന്നുള്ളതാണ്, ചിലരിൽ നിന്ന് വന്നതാണ്. ഇതൊക്കെ അർത്ഥമുള്ള വാക്കുകളാണ്. ഞാൻ പറയുന്നതിന്റെ മൊത്തങ്ങൾക്ക് മനസ്സിലാകുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമ്പിയാക്കളെ അവർക്ക് ഏത് നബിയാണെങ്കിലും അവർക്ക് ആവശ്യമായ നബിയാവാൻ ആവശ്യമായ തരത്തിലുള്ള യോഗ്യതകൾ അത് ആത്മീയമായും ഭൗതിക ശരീരത്തിനും ശാരീരികമായും ആത്മീയമായും ഒരുപാട് ഗുണങ്ങൾ അവർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആ നിലക്ക് അല്ലാഹു തആല അവർക്ക് നൽകിയും കൊണ്ടാണ് അവരെ എന്ത് ചെയ്തത്? കടഞ്ഞെടുത്തത്. ഇത് ദുർരിയ്യതൻ ബഅ്ദുഹാ മിൻ ബഅ്ദിൻ, ഈ സന്താനങ്ങൾ,
ഈ കുടുംബത്തിലെ ഈ സന്താനങ്ങൾ, ഈ ആളുകൾ എന്താണ്, ബഅദിൽ നിന്നുള്ള ചിലരിൽ നിന്ന് വരുന്നവരാണ്. എന്ന് വെച്ചാൽ ഈ ഗുണങ്ങൾ ഇതിനൊക്കെ ചില വസ്തുതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് അതൊക്കെ. അതായത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഏതൊരു വർഗം സൃഷ്ടികളെ പരിശോധിച്ചു നോക്കിയാലും ആ വർഗത്തിലുള്ള ചില പ്രത്യേക വിശേഷണങ്ങളും സ്വഭാവങ്ങളും ആ വർഗത്തിൽ നിലനിൽക്കും. അത് ഏത് സൃഷ്ടികൾ പരിശോധിച്ചാലും ശരി, ഏത് സൃഷ്ടികൾ എടുത്ത് പരിശോധിച്ചാലും അതത് സൃഷ്ടികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വരുന്നതായ ചില നിയമങ്ങളുണ്ട്. അത് ഏത് ലോകത്ത് ജീവിക്കുന്ന ഉള്ള വസ്തുവാണെങ്കിലും സൃഷ്ടിയാണെങ്കിലും ആ വർഗത്തിന്റെ സ്വഭാവം അതിനുണ്ടാവും. എന്ന് വെച്ചാൽ ആ വർഗത്തിന്റെ ചില വിശേഷണങ്ങൾ അതിന്റെ സന്താന പരമ്പരകളിൽ നിലനിൽക്കും, തുടർന്നുകൊണ്ട് നിൽക്കും. അത് നന്മയാണെങ്കിൽ നന്മയായിട്ടും അല്ലാത്തതാണെങ്കിൽ അല്ലാത്തതായിട്ടും മറ്റെന്ത് വിശേഷണങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഏത് വസ്തു എടുത്തപ്പോ നാട്ടിൽ കാണുന്ന ഏതെങ്കിലും ഒരു ജീവി, നാട്ടിൽ കാണാറുള്ള ഒരു ജീവി, ആ ജീവിയെ നമ്മൾ ഗൾഫിൽ വന്ന് കാണുമ്പോഴോ ആ ജീവിയുടെ ആ വർഗത്തിന്റെ ചില സ്വഭാവങ്ങൾ ആ ജീവിയിലുണ്ടായിരിക്കും. അത് ഇവിടുത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്നതാണ് എന്നതുകൊണ്ട് ആ വർഗത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് അത് വേറിടില്ല. ഇതാണ് ബഅദിൽ നിന്നാണ്. അത് തന്നെ മൊത്തത്തിൽ സൃഷ്ടികളുടെ സ്ഥിതി അത് അങ്ങനെ തന്നെയാണ്. അത് മനുഷ്യന്മാർക്കിടയിലേക്ക് വരുമ്പോഴും മനുഷ്യന്മാരിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള വിശേഷണങ്ങൾ തന്നെ പലതും വ്യത്യാസമുള്ളതാണ്, പലതും നല്ലതാണ്, പലതും ചീത്തയാണ്. നല്ലവരുടെ മക്കളായി വരുന്നവരിൽ ആ നന്മ ചിലപ്പോൾ എന്തായിരിക്കും, അധികവും പൊതുവെ നിലനിൽക്കും. അതാണ് കുടുംബത്തിന്റെ നന്മകൾ നല്ല കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന്റെ നന്മ ആ കുടുംബത്തിലെ അംഗങ്ങളിൽ പൊതുവെ നിലനിൽക്കും. ചീത്ത കുടുംബമാണെങ്കിൽ അതിന്റെ മോശം എന്ത് ചെയ്യും, ആ കുടുംബത്തിൽ നിലനിൽക്കും. അതൊരു വലിയ വിഷയമാണ്. പൊതുവിൽ അങ്ങനെയാണ് സ്ഥിതി. വ്യത്യാസങ്ങളും ചിലത് ഒറ്റപ്പെട്ടതല്ലാതെ വരും. പൊതുവിൽ അതാണ് സ്ഥിതി. അതുകൊണ്ടാണ് ഇപ്പൊ ഈ നിക്കാഹിന്റെ ബാബൊക്കെ പറയുന്നിടത്ത്, നിക്കാഹിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് എന്തായിരിക്കണം, കഫാത്ത്, ഈ കല്യാണം കഴിക്കുന്ന ഭർത്താവിന്റെ കഫാത്ത്, ഭാര്യയോടെ കുടുംബത്തോട് ഇവന്റെ കുടുംബം യോജിച്ചിരിക്കണം എന്ന വിഷയം പ്രത്യേകമായിട്ട് എന്ത് ചെയ്തത്, ഒരു ഘടകമായി പ്രത്യേകമായി പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞത്. അത് ചില ബന്ധങ്ങളൊക്കെ അതിന് എന്ത് ചെയ്യും, ഫലം ചെയ്യും. അത് നിലനിൽക്കുന്ന ചില സ്വഭാവങ്ങളാണ്. അതിലേക്ക് ആണ് അല്ലാഹു തആല സൂചിപ്പിച്ചത് ദുർരിയത്തൻ ബഅദുഹാ മിൻ ബഅദിൻ എന്ന് പറഞ്ഞത്. അത് പിന്നെ വിശദമായിട്ട് ഞാൻ പറയാം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമ്പിയാക്കൾക്ക് നബുവത്ത് നൽകപ്പെടാൻ ആവശ്യമായ തരത്തിലുള്ള പൂർണ്ണതകളും ശേഷികളും കഴിവുകളും പ്രത്യേകമായ അവസ്ഥകളും അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇന്നല്ലാഹു ഇസ്തഫ ആദമ വ നൂഹൻ എന്ന് പറഞ്ഞത്. ഈ ആദമ വ നൂഹൻ എന്ന് പറഞ്ഞ എല്ലാ അമ്പിയാക്കളും പിന്നെ അതിൽപ്പെട്ടു. ആല ഇബ്രാഹിം ആല ഇമ്രാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാം വഴിയാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം വഴിയാണ് ബനൂ ഇസ്രായേൽക്കാരിലെ അമ്പിയാക്കളൊക്കെ വരുന്നത്. അപ്പൊ എല്ലാവരും അതിൽപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവരെ എല്ലാം ആ അമ്പിയാക്കളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കടഞ്ഞെടുത്ത് അവർക്ക് ആവശ്യമായ യോഗ്യതകളും പൂർണ്ണതകളൊക്കെ നൽകിയും കൊണ്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് അവരെ സൃഷ്ടിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇതാണ് ഈ ഇസ്തിഫാ ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അത് എല്ലാ അമ്പിയാക്കളും അക്കാര്യത്തിൽ പെട്ടത് തന്നെ. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബത്തിലൂടെയാണ് പിന്നെ രണ്ടു കൂട്ടരും വരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കളിൽ തന്നെയാണ് ആരും വരിക, ബനൂ ഇസ്രായേൽക്കാരിലെ എല്ലാ അമ്പിയാക്കളും വരിക. പക്ഷെ ഒരാൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിലൂടെയും ബാക്കിയുള്ളവർ ഏത് വഴിയും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിലൂടെയും ആണ് വരുന്നത് എന്ന് മാത്രം. ഏതെങ്കിലും ആവട്ടെ, അതൊക്കെ പരസ്പരം ബഅദിൽ നിന്നുള്ളതാണ്. ഒക്കെ ഒറ്റ കുടുംബം തന്നെയാണ്. എവിടേക്ക് ചെല്ലും? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്ക് ചെല്ലും. അങ്ങനെ പിന്നെ അങ്ങോട്ട് നൂഹ് നബി അലൈഹി സ്വലാം ആദം നബി അലൈഹി സ്വലാമിലേക്ക് ചെല്ലും. ഒക്കെ ഒരേ റൂട്ടിലൂടെ പോകുന്നതാണ്. കാരണം ആ കുടുംബത്തിൽ നിലനിൽക്കുന്ന ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അതൊക്കെ അവരിൽ സന്താന പരമ്പരകളിൽ ഇങ്ങനെ നിലനിൽക്കും. അതാണ് അതിന്റെ കാരണം. അതാണ് അല്ലാഹു തആല ദുർരിയത്തൻ ബഅദുഹാ മിൻ ബഅദിൻ എന്ന് പറഞ്ഞത്. അപ്പോ പറഞ്ഞതിന്റെ ചുരുക്കം, നബുവത്ത് റിസാലത്ത് നൽകപ്പെടാൻ ചില പ്രത്യേകത ഉള്ള സ്ഥാനങ്ങളുണ്ട്. അവിടെ അത് നൽകപ്പെടുകയുള്ളൂ. അതെങ്ങനെയാണ് അത് അല്ലാഹു തആല വിശദീകരിച്ചത്. ഇന്നല്ലാഹു ഇസ്തഫ ആദമ വ നൂഹൻ എന്ന് പറഞ്ഞതും അല്ലാഹു യസ്തഫി മിനൽ മലായികത്തി റുസുലൻ വ മിനൻ നാസി, മുർസലീങ്ങളിൽ നിന്നുള്ള മനുഷ്യന്മാരിൽ നിന്നും മലായികത്തിൽ നിന്നുമുള്ള മുർസലീങ്ങൾ അല്ലാഹു തആല പ്രത്യേകമായി തെരഞ്ഞെടുക്കുകയാണ് എന്ന് പറഞ്ഞതും ആ ഗണത്തിൽപ്പെട്ടതാണ്. ഇനി
നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാര്യം പണ്ഡിതന്മാരൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇമാം റാസി വളരെ വ്യക്തമായി ഇന്നല്ലാഹു അസ്തഫ ആദമ നൂഹൻ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഐ സ്വഫാഹും മിനസ് സിഫാത്തിൽ ദമീമത്തി, ഇമാം റാസിയുടെ വിശദീകരണമാണത്. ഐ സ്വഫാഹും മിനസ് സിഫാത്തിൽ ദമീമത്തി വസയ്യനഹും ബിൽ ഖിസാലിൽ ഹമീദത്തി. ഇമാം റാസി അതിനെ വിശദീകരിക്കുന്നത്, ഈ അമ്പിയാക്കളായ അവരെയും അവരെ കുടുംബത്തെയും എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വവിധ മനുഷ്യനിൽ ഉണ്ടാകുന്ന ദുസ്വഭാവങ്ങൾ, എല്ലാ വൃത്തികെട്ട മോശപ്പെട്ട വിശേഷണങ്ങളിൽ നിന്നൊക്കെ അവരെ ശുദ്ധരാക്കി. ഇസ്തഫ എന്ന് പറഞ്ഞാൽ സ്വഫാഹും, അവരെ അല്ലാഹു തആല ശുദ്ധമാക്കി. മിനസ് സിഫാത്തിൽ ദമീമത്തി, ആ റിസാലത്ത് നുബുവത്തിന്റെ സ്ഥാനത്തോട് ചേരാത്ത എല്ലാ മോശപ്പെട്ട സിഫാത്ത് വിശേഷണങ്ങളെ തൊട്ടും ശുദ്ധരാക്കി. വസയ്യനഹും, മാത്രമല്ല വസയ്യനഹും ബിൽ ഖിസാലിൽ ഹമീദത്തി, അവർക്ക് ഈ നുബുവത്തിന് ആവശ്യമായ തരത്തിലുള്ള യോഗ്യതകളും നല്ല വിശേഷണങ്ങളും സൽഗുണങ്ങളും ഒക്കെ നൽകി അവരെ അല്ലാഹു തആല എന്ത് ചെയ്തു? ഭംഗിയാക്കുകയും ഉയർത്തുകയും ചെയ്തു. ഇതാണ് ഏതിന്റെ അർത്ഥം? ഇന്നല്ലാഹു അസ്തഫ ആദമ വ നൂഹൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം. വഹാദൽ ഖൗലു, ഇതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം എന്നാണ് പറഞ്ഞത്. അന്നഹു മുവാഫിഖുൻ ലിഖൗലിഹി തആല അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു എന്ന് സൂറത്തുൽ അൻആമിൽ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനോട് യോജിക്കുക, ഈ നിലക്കുള്ള അർത്ഥം നൽകലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം റാസി പറയാൻ വദക്കറൽ ഹലീമിയു ഫീ കിതാബിൽ മിൻഹാജി, ഇമാം ഹലീമി നമ്മളെ ഫിഖിന്റെ കിതാബിലൊക്കെ പറയുന്ന ഇമാമാണ് ഇമാം അബു അബ്ദുല്ലാഹ് ഹലീമി. അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്, കിതാബുൽ മിൻഹാജ്. ഈ കിതാബുൽ മിൻഹാജ് സാധാരണ പറഞ്ഞ മിൻഹാജ് അല്ല, അത് ഇമാം ഹലീമിയുടെ മിൻഹാജ് പറഞ്ഞാൽ ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാന്റെ അസ്ലി, ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാൻ അറിയപ്പെട്ട കിതാബാണ്. അത് ഈ മിൻഹാജിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മിൻഹാജാണ് അതിന്റെ അസ്ലി. ആ മിൻഹാജിൽ ഇമാം ഹലീമി പറഞ്ഞിട്ടുള്ളത് അന്നൽ അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാം ലാ ബുദ്ദ വ അൻ യകൂനു മുഖാലിഫീന ലിഗൈരിഹിം ഫിൽ ഖുവൽ ജിസ്മാനിയത്തി വൽ ഖുവർ റൂഹാനിയ. ഇമാം ഹലീമി തന്നെ അക്കാര്യം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അംബിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ശാരീരികവും ആത്മീയവുമായ ശക്തികളിൽ, അവരുടെ ശരീരത്തിന്റെ പൂർണ്ണതയിലും ശരീരത്തിന്റെ ശക്തിയിലും അതുപോലെ തന്നെ അവരുടെ ആത്മീയമായ കഴിവിലും പൂർണ്ണതയിലും ശക്തിയിലും അവർ മറ്റുള്ളവരെ തൊട്ട് പൂർണ്ണമായും വ്യത്യസ്തരായിരിക്കണം. എല്ലാവർക്കും ഉള്ളതുപോലെയുള്ള ഒരു ശരീരമോ എല്ലാവർക്കും ഉള്ളതുപോലെയുള്ള ഒരു പൂർണ്ണത മാത്രമുള്ള ശരീരം ഉണ്ടായാൽ പോരാ. അതുപോലെ തന്നെ എല്ലാവർക്കും സാധാരണ ഉണ്ടാവാറുള്ള ആത്മീയമായ പവറും ശക്തിയും അതും മാത്രം അവർക്കുണ്ടായാൽ പോരാ. മറിച്ച് മറ്റുള്ള എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ വേറിട്ട തരത്തിലുള്ള ആത്മീയവും ശാരീരികവുമായ കഴിവ്, പൂർണ്ണത, അന്തസ് അല്ലെങ്കിൽ അതുപോലെയുള്ള വിശേഷണങ്ങൾ അവർക്കുണ്ടാവൽ നിർബന്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹലീമി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറെ വിശദമായ റാസി ആ വിഷയം പറയുന്നുണ്ട്, അതവിടെ കാണേണ്ടതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അവസാനം, വമൻ തഅമ്മല ഫീ ഹാദൽ ബാബി വസല ഇലാ അസ്റാരിൻ അജീബ. ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ വിശദമായി പറഞ്ഞിട്ട് ഇത് കൂടുതൽ അങ്ങോട്ട് പഠിക്കുകയാണെങ്കിൽ അത്ഭുതകരമായ പല രഹസ്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാണ് ഇമാം റാസി ആ വിഷയം അവസാനിപ്പിക്കുന്നത്. അപ്പൊ അതാണ് ഇന്നല്ലാഹു അസ്തഫ എന്ന് പറഞ്ഞത്. ഇവരെ അവരുടെ ശരീരത്തിലും അവരുടെ ആത്മാവിലും മറ്റുള്ളവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തരും പൂർണ്ണരുമായിട്ടാണ് അല്ലാഹു തആല അവരെ സൃഷ്ടിക്കുന്നത് തന്നെ. അത് തന്നെ ദുർരിയത്തൻ ബഅ്ദുഹാ മിൻ ബഅ്ദിൻ എന്ന് പറഞ്ഞതുപോലെ അതിന് പ്രത്യേകമായ ഒരു കുടുംബത്തിലൂടെയാണ് അവർ കടന്നു വരുള്ളൂ. ഏതെങ്കിലും കുടുംബത്തിൽ ജനിക്കുന്ന, ചുരുക്കത്തിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി ആരാവാൻ പറ്റൂല, പിന്നീട് നബിയാവാൻ പറ്റൂല. അതാണ് അതിന്റെ ചുരുക്കം. ആ കുട്ടി ജനിക്കുന്നത് തന്നെ അതാണ് ഇന്നല്ലാഹു അസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിമ വ ആല ഇമ്രാന അലൽ ആലമീൻ ദുർരിയത്തൻ ബഅ്ദുഹാ മിൻ ബഅ്ദിൻ. ആ കുടുംബം തന്നെ പ്രത്യേകം ഇസ്തിഫാ ചെയ്യപ്പെട്ടവരായിരിക്കണം. അവര് ജനിക്കുന്ന കുടുംബം തന്നെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചാൽ പോരാ. കാരണം പ്രത്യേകമായ പല ഗുണങ്ങളും വിശേഷണങ്ങളും നന്മകളും ഒത്തിണങ്ങിയ കുടുംബത്തിൽ ജനിക്കണം. കാരണം എന്താണ്? അങ്ങനെ ജനിക്കുന്ന കുട്ടിക്ക് ആ തരത്തിലുള്ളതായ ചില ഗുണങ്ങളൊക്കെ പാരമ്പര്യമായി തന്നെ കിട്ടേണ്ടതുണ്ട്. പാരമ്പര്യമായി തന്നെ ചില ഗുണങ്ങൾ ഈ പ്രവാചകനാവാൻ പോകുന്ന കുട്ടിയിൽ ഉണ്ടാവേണ്ടതുണ്ട്. ആ പാരമ്പര്യമായി കിട്ടണമെങ്കിൽ പരമ്പരയിൽ അതുണ്ടാവണമല്ലോ.
അവരുടെ ആ കുട്ടി കടന്നു വന്ന പിതാക്കന്മാരിലും ഉമ്മമാരിലും അത്തരം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അത് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഈ കുട്ടിയിൽ പിന്നെ അങ്ങോട്ട് സമ്മേളിക്കുകയാണ്. അവരിൽ പലരിലുമായിട്ട് വ്യാപകമായി കിടക്കുന്ന പല ഗുണങ്ങളും അവസാനം എന്ത് ചെയ്യും, ഈ കുട്ടിയിൽ ഇങ്ങോട്ട് സമ്മേളിക്കുകയാണ്. അത് അങ്ങനെ തന്നെയാണ്. സന്താന പരമ്പരകളുടെ സ്വഭാവം അങ്ങനെയാണ്. ആ കുട്ടി ആ നിലക്ക് ഒരു പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടിയെ എന്താവാൻ പറ്റുള്ളൂ, പിന്നീട് നബിയാവാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടി ആരാവാൻ പോരാ, പ്രവാചകനാവാൻ പോരാ എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. ഇതിനെ ഇമാം അബൂ സഊദ് വിശദീകരിച്ചത് അല്ലാഹു യസ്തഫി മിനൽ മലായികത്തി റുസുലൻ എന്ന് പറഞ്ഞിടത്ത് ഇമാം അബൂ സഊദ് വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. വഹുമുൽ മുഖ്തസ്സൂന ബിൻ നുഫൂസിസ് സക്കിയ്യ അൽ മുഅയ്യദൂന ബിൽ ഖുവ്വത്തിൽ ഖുദ്സിയ്യ അൽ മുതഅല്ലിഖൂന ബികിലൽ ആലമൈൻ الروحاني والجسماني يتلقون من جانب ويلقون الى جانب ولا يعوقهم التعلق بمصالح الخلق عن التبتل الى جانب الحق. വളരെ ഭംഗിയായ ഒരു വിശദീകരണമാണ്. വീണ്ടും പറയുന്നുണ്ട്, ഈ പ്രത്യേകമായി മനുഷ്യരിൽ നിന്നുള്ള അംബിയാക്കളെ മുർസലീങ്ങളെ അള്ളാഹു തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ സൂറത്തുൽ ഹജ്ജിൽ. അള്ളാഹു യസ്തഫി, അത് ആരാണത്? വഹുമുൽ മുഖ്തസ്സൂന ബിൻ നുഫൂസിസ് സക്കിയ്യത്തി. നേരത്തെ ഇമാം റാസി പറഞ്ഞതുപോലെ നബുവത്തിന്റെ മഹത്വത്തോട് ചേരാത്ത തരത്തിലുള്ള എല്ലാ കുറവുകളെ തൊട്ടും അവർ പരിശുദ്ധരാണ്. അവർ പരിശുദ്ധരായിട്ടാണ് വരുന്നത് തന്നെ. അവരുടെ നഫ്സ് തന്നെ മുഖ്തസ്സൂന സക്കിയ്യത്തായ സംശുദ്ധമായ പരിശുദ്ധമായ നഫ്സുകളുടെ ഉടമകളാണ് അവർ. അപ്പൊ നബുവത്ത് നൽകപ്പെടുന്ന ആളുകൾ ആ നിലക്ക് പരിശുദ്ധരായിരിക്കണം. എന്ന് വെച്ചാൽ നബുവത്ത് നൽകിയതിന്റെ ശേഷം അവർ പരിശുദ്ധരാവലല്ല. നബുവത്ത് നൽകണമെങ്കിൽ തന്നെ ഏത് വേണം? റസൂലാവാൻ പറ്റുന്ന ആളെ അള്ളാഹു തെരഞ്ഞെടുക്കുന്നു എന്നല്ലേ പറഞ്ഞത്. റസൂലാവാൻ പറ്റുന്നത് ആരോ അവരെ അള്ളാഹു താല തെരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് അവരെയാണ് റസൂലാക്കുന്നത്. എല്ലാരെയും ആക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിക്കുന്നത് എങ്ങനെ? വഹുമുൽ മുഖ്തസ്സൂന ബിൻ നുഫൂസിസ് സക്കിയ്യ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകമായ സംശുദ്ധമായ സർവ്വവിധ കുറവുകളെ തൊട്ടും പരിശുദ്ധമായ തരത്തിലുള്ള നഫ്സുകളുടെ ഉടമകളാണവർ. എന്ന് വെച്ചാൽ നബുവത്ത് നൽകപ്പെടുന്നതിന് മുൻപ് തന്നെ അവർക്ക് ആ തസ്കിയത്ത്, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ആ തസ്കിയത്ത് ലഭിച്ചവരാണ്. അവർ സംശുദ്ധരായിരിക്കും. അവരുടെ നഫ്സ് എല്ലാ അർത്ഥത്തിലും സർവ്വവിധ പോരായ്മകളെ തൊട്ടും സംശുദ്ധമായിരിക്കും. എങ്കിലേ അവരെ നബിയാക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? അവർ മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ വരുന്നവരാണ്. അവർ മറ്റുള്ളവരെ തസ്കിയത്ത് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ്. അപ്പൊ അവരെന്തായിരിക്കണം? സർവ്വവിധ കുറവുകളെ തൊട്ടും അവർ പരിശുദ്ധരായിരിക്കണം. ആ പരിശുദ്ധി അവർക്ക് എങ്ങനെ ഉണ്ടാകുന്നു? അത് അല്ലാഹു തആല അവരെ ആ നിലക്ക് പരിശുദ്ധരാക്കി കൊണ്ടുവരികയാണ്. അത് അവിടുന്ന് തുടങ്ങും, അവരുടെ കുടുംബം മുതൽക്ക് തുടങ്ങും. അത് മോശപ്പെട്ട സ്വഭാവങ്ങളുള്ള, നല്ല സ്വഭാവങ്ങൾ നിലകൊള്ളാത്ത അല്ലെങ്കിൽ മോശപ്പെട്ട അവസ്ഥയിൽ നിലകൊള്ളുന്ന കുടുംബം അത് അവർക്ക് മോശമാണ്. അവരുടെ മോശപ്പെട്ട സ്വഭാവം ഇവരിലുണ്ടായിരിക്കും. അതുണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ കടന്നു വരുന്ന കുടുംബം തന്നെ നല്ല കടഞ്ഞെടുത്ത നല്ല സ്വഭാവങ്ങളുള്ളവരായിരിക്കണം, ഗുണങ്ങളുള്ളവരായിരിക്കണം. അങ്ങനെ അവരെ അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവരുമ്പോഴും ആ നിലക്കുള്ള പരിശുദ്ധരായിട്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. കാരണം നബുവത്ത് ലഭിക്കുന്നതോടുകൂടി അവർ മറ്റുള്ളവരെ ശുദ്ധീകരിക്കുന്നവരാണ്, തസ്കിയത്ത് ചെയ്യുന്നവരാണ്. അതിന് അവർക്ക് തന്നെ ഈ കുറവുകൾ ഉണ്ടായാൽ പിന്നെ അവർ മറ്റുള്ളവരെ തസ്കിയത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് കൊണ്ട് തന്നെ അവരെന്തായിരിക്കണം? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അവർ നബിയാകുന്നതിന് മുൻപ് തന്നെ എല്ലാ അർത്ഥത്തിലും അവർ പരിശുദ്ധരായിരിക്കണം, സംശുദ്ധരായിരിക്കണം. അതാണ് അൽ മുഖ്തസ്സൂന ബിൻ നുഫൂസിസ് സക്കിയ്യ അൽ മുഅയ്യദൂന ബിൽ ഖുവ്വത്തിൽ ഖുദ്സിയ്യ. ഖുവ്വത്തുൽ ഖുദ്സിയ്യ കൊണ്ട് അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധമായ ആ ഒരു പ്രത്യേക ആത്മീയമായ ശക്തി കൊണ്ട് ശക്തി പകർന്നു നൽകപ്പെട്ടവരുമാണ്. ആത്മീയമായ പ്രത്യേക ശക്തി പകർന്നു നൽകപ്പെട്ടവരാണ്. അത് ഖുദ്സിയായ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള അല്ലെങ്കിൽ അത് തന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിലൂടെ ലഭിക്കുന്ന പ്രത്യേകമായ ആത്മീയമായ ശക്തി അവർക്കുണ്ടായിരിക്കും. അവരുടെ ആത്മാവ് അത്രയും പവറുള്ളതായിരിക്കും. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്, ഇത് അയ്യത്തുക ബിറൂഹിൽ ഖുദുസ് എന്നൊക്കെ പറഞ്ഞു. ആ നിലക്കുള്ള ഈദ് ശക്തി പകർന്നു കിട്ടിയവരാണ് അവർ
ആ നിലക്ക് എല്ലാ അമ്പിയാക്കളും അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യം പിന്നെ വേറൊരു രൂപമാണല്ലോ, ജനനത്തിന്റെ രൂപം തന്നെ. അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. എല്ലാ അമ്പിയാക്കൾക്കും ഈ നിലക്കുള്ള തയ്യീദ് പകർന്നു കിട്ടിയവരാണ്. അൽ മുതഅല്ലിഖൂന ബികലൽ ആലമൈനി റൂഹാനി വൽ ജിസ്മാനി, ഈ ഭൗതിക ലോകത്തോടും ആത്മീയ ലോകത്തോടും ഒരേ സമയത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അവർ. അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? ഈ പറഞ്ഞതൊക്കെ ഒത്തിണങ്ങണം. അൽ മുതഅല്ലിഖൂന ബികലൽ ആലമൈനി റൂഹാനി വൽ ജിസ്മാനി, ആത്മീയമായ ലോകത്തോടും ഭൗതിക ലോകത്തോടും ഒരേ സമയത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ. അങ്ങോട്ടും ബന്ധമുണ്ടാവും, ഇങ്ങോട്ടും ബന്ധമുണ്ടായിരിക്കും. യതലക്കൗന മിൻ ജാനിബിൻ, ആ ആത്മീയ ലോകത്തുനിന്ന് അവർ ഏറ്റെടുക്കുന്നു. അവർക്ക് വരുന്ന വിവരങ്ങൾ, അവർക്ക് വരുന്ന സന്ദേശങ്ങൾ ആത്മീയ ലോകത്തു നിന്ന് വരുന്നു. അതിനെ അവർ അവിടെ നിന്ന് ഏറ്റെടുക്കുകയും വയുൽകൂന ഇലാ ജാനിബിൻ, അത് ഭൗതിക ലോകത്തേക്ക് മറ്റുള്ളവർക്ക് എന്താക്കി പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഒരേ സമയത്ത് രണ്ട് ലോകത്തോടും ബന്ധം. അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്, വലിയ വലിയ വിഷയങ്ങളാണ്. ആത്മീയ ലോകത്തും ബന്ധം, ഭൗതിക ലോകത്തും ഒരുപോലെ ബന്ധം ഉണ്ടാകുക. നമ്മളൊക്കെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളൊക്കെ നമസ്കരിക്കാൻ നിന്നാൽ, ആത്മീയ ലോകത്തേക്ക് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ നമ്മളെ അലട്ടുന്ന നമ്മുടെ സ്വന്തമായ ഏതെങ്കിലും ചില്ലറ അല്ലറ കാര്യങ്ങൾ നമ്മെ എല്ലാം മറപ്പിച്ചു കളയുന്നു, അല്ലേ? നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, എല്ലാ ചിന്തകളും ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം ചിന്തിക്കാൻ എന്ത് ചെയ്യാണ്? ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയം തയ്യാറായിട്ട് ഒരുങ്ങി വന്നു നിൽക്കുകയാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? എന്തെങ്കിലും നമ്മെ ചിന്തിപ്പിക്കുന്ന, അത് കാര്യമുള്ളതാവട്ടെ അല്ലാത്തതാവട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മെ എല്ലാം മറപ്പിച്ചു കളയുന്നു. ഒരു ബന്ധം നമ്മെ, ഒരു ചെറിയ വിഷയവുമായി നമ്മുടെ മനസ്സ് ബന്ധപ്പെടുമ്പോഴേക്ക് വലിയ പല കാര്യങ്ങളും നമ്മളവിടെ മറന്നുപോവുകയാണ്. അപ്പോ ആ നിലക്ക് ആണ് നമ്മുടെ അവസ്ഥ. അതേ സ്ഥാനത്ത് ചിന്തിച്ചു നോക്കണം, രണ്ട് ലോകത്തോടും ഒരുപോലെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ആത്മാവിന്റെ ലോകത്തോടും ഭൗതിക ലോകത്തോടും അവരെ മനസ്സ് ഒരുപോലെ ബന്ധപ്പെട്ട് നിൽക്കുക. രണ്ട് ലോകമായിട്ട് അവർക്ക് ബന്ധം ഉണ്ടായിരിക്കും. അപ്പൊ ആരായിരിക്കണം ഈ അമ്പിയാക്കൾ? അങ്ങനെ ബന്ധമുണ്ടാവുകയും ഇത് രണ്ട് ലോകത്തോടും ഒരുപോലെ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ഈ മനുഷ്യന്മാരുമായി ഭൗതിക ലോകവുമായി ബന്ധപ്പെടുന്നത് അവർക്ക് ഏതിന് തടസ്സമല്ല. ആ ജാനിബുൽ ഹക്ക് അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് മുറിഞ്ഞു വീഴുന്നതിന് തടസ്സമല്ല. എന്തൊരു അത്ഭുതമാണത്! ഭൗതിക ലോകത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു അവർ. അത് നമസ്കാരത്തിൽ നിന്നില്ല, എല്ലാ സമയത്തും അവർക്ക് ഇങ്ങോട്ട് ബന്ധം ഉണ്ടായിരിക്കും. ഈ ബന്ധം ഉള്ളതോടു കൂടെ തന്നെ ഏത് ചെയ്യുന്നു? ആ ജനാബുൽ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക്, ജാനിബുൽ ഹക്ക്, ഹക്കിന്റെ ആ ഭാഗത്ത്, ആത്മീയ ലോകത്തേക്ക്, അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് അവർക്ക് ബന്ധമുണ്ട് എന്നല്ല, അതിലേക്ക് അവർ മുറിഞ്ഞു വീണവരാണ്. അവിടെ യാതൊരു കുറവുമില്ലാതെ പൂർണാർത്ഥത്തിൽ ആ സാന്നിധ്യത്തിലാണ് അവർ, അള്ളാഹുവിന്റെ സന്നിധിയിലാണ് അവർ. അവരുടെ മനസ്സ് പൂർണ്ണമായും എന്ന് പറഞ്ഞതുപോലെ പൂർണ്ണമായും അള്ളാഹുവിന്റെ ജാനിബിൽ അവർ മുറിഞ്ഞു വീണവരാണ്. ആ അവർ തന്നെ അതേ സമയത്ത് എന്തുണ്ട്? ഭൗതിക ലോകമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇത് രണ്ടും ഒന്നൊന്നിന് തടസ്സമല്ല, നമുക്കത് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചുള്ള ഊഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അള്ളാഹുവിന്റെ ജാനിബിൽ യഥാസമയത്തും അവർ മുറിഞ്ഞു വീണവരാണ്. അവരുടെ മനസ്സ് അവിടെ മുറിക്കപ്പെട്ട മറ്റുമായിട്ടൊരു ബന്ധമില്ലാത്തതുപോലെയാണ് അവിടെ. അതേസമയം അവരെ മനസ്സിന് ഏതുണ്ട്? ഇങ്ങോട്ടും ബന്ധമുണ്ട്. ഒന്നൊന്നിന് തടസ്സമല്ല. അവിടെയുള്ള ബന്ധം ഇവിടെയുള്ള ബന്ധത്തെ മറപ്പിക്കുന്നില്ല, ഇവിടെയുള്ള ബന്ധം ആ ബന്ധത്തിന് കോട്ടം തട്ടുന്നുമില്ല, ഒരു കോട്ടം തട്ടുന്നില്ല. അതാണ് പറഞ്ഞ അനിത്തബത്തുലി. ആ ലോകത്ത് അവർ മുറിഞ്ഞു വീണവരാണ്. അള്ളാഹുവിന്റെ മുന്നിൽ അവർ മുറിഞ്ഞു വീണു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവരുടെ മനസ്സ് അവിടെ മുറിക്കപ്പെട്ടതുപോലെ മറ്റുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ അവർക്ക് ആ ലോകത്തുണ്ട്, അള്ളാഹുവിന്റെ മുന്നിലുണ്ട്, അള്ളാഹുമായുള്ള ബന്ധത്തിലുണ്ട്. അതേ സമയത്ത് അവരെ മനസ്സ് എവിടെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്? ഈ ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നൊന്നിന് തടസ്സമല്ല എന്നർത്ഥം, ഒന്നൊന്നിന് തടസ്സമല്ല. ഇവിടെയാണ് നമ്മളെ ഇവിടെ ചേർത്തി വെക്കേണ്ടത്. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോഴേക്ക് നമ്മൾ എല്ലാം മറന്നു പോകുന്നു, നമസ്കാരവുമായി യാതൊരു ബന്ധമില്ലാത്തൊരവസ്ഥ നമുക്കുണ്ടായിത്തീരുന്നു. ഇതല്ല വിഷയം. അപ്പൊ ഇത്തരക്കാരായ ആളുകളെ പോലെ ഒരാൾ തന്നെയായിരുന്നു അവരും. പിന്നെ നുബുവത്തിന് കിട്ടിയപ്പം കൊണ്ട് മാറി വലിയ ആളായതാണ് എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമാണ്. അങ്ങനൊന്നും മനുഷ്യന് സാധ്യല്ല.
പിന്നെ ആ നിലക്ക് അല്ലാഹു തആല അവരങ്ങോട്ട് വളർത്തിക്കൊണ്ടുവരികയാണ്. അതിനാവശ്യമായ തരത്തിലുള്ള പൂർണ്ണതകളും യോഗ്യതകളും ഗുണങ്ങളും വിശേഷണങ്ങളും അവർക്ക് നൽകി ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അത്തരക്കാർ അല്ലാഹു തആല പ്രത്യേകം വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ. അതാണ് ഈ നുബുവത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. നുബുവത്ത് എന്ന് പറഞ്ഞാൽ സഫാറത്തും ബൈനല്ലാഹി വബൈന ഉലിൽ അൽബാബ് മിൻ ഖൽഖിഹി, അള്ളാഹുവിന്റെയും സൃഷ്ടികൾക്കും ഇടയിലുള്ള ഒരു സഫാറത്ത്, മധ്യവർത്തിത്വം വഹിക്കലാണ്. അതായത് സഫാറത്ത് എന്ന് പറഞ്ഞാൽ എംബസി, നമ്മൾ സാധാരണ പറയാറുണ്ട് എംബസിക്ക് സഫാറത്ത് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഈ സഫാറ, ഈ എംബസി മുഖേനയായിരിക്കും എന്നതുപോലെ ഒരു എംബസി പ്രവർത്തനമാണ് അമ്പിയാക്കൾ ഇവിടെ നടത്തുന്നത്. അവർ അള്ളാഹുവും മറ്റുള്ളവരും തമ്മിൽ, സൃഷ്ടികളും തമ്മിൽ ബന്ധപ്പെടുന്നത് ആരിലൂടെയാണ്? ഇവർ മുഖേനയാണ്. അപ്പൊ ഇവർക്ക് എന്തുണ്ട്? രണ്ട് ഭാഗവുമായി ഒരുപോലെ ബന്ധമുണ്ട്. രണ്ട് ഭാഗവുമായി ഒരേ സമയത്ത് അവർക്ക് ബന്ധമുണ്ട്. അവിടെ നിന്ന് സ്വീകരിക്കുന്നു, ഇങ്ങോട്ട് കൈമാറുന്നു. രണ്ട് ലോകവുമായി ബന്ധമുള്ള ആളുകൾ. അതാണ് ഇമാം അബു സഊദ് വിശദീകരിച്ചത് സൂറത്തുൽ ഹജ്ജിലെ അല്ലാഹു യസ്തഫി മിനൽ മലായികത്തി റുസുലൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിലക്ക് ഉള്ള ഒരവസ്ഥ അവർക്ക് ഉണ്ടാവണമെങ്കിൽ നേരത്തെ സൂറത്ത് ആല ഇംറാനിൽ പറഞ്ഞ ആയത്തിൽ ഉള്ളതുപോലെ അവർ കടന്നു വരുന്ന കുടുംബം തന്നെ ആ തരത്തിലുള്ളവരായിരിക്കണം. ഏതെങ്കിലും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളുകൾക്കൊന്നും അത് സാധ്യമല്ല. കാരണം കുടുംബത്തിന്റെ നന്മകൾ ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് പല വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് നുബുവത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയും. ഇമാം ബുഖാരിയും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനൻ ഫഖർനൻ ഹത്താ കുൻതു മിനൽ ഖർനി അല്ലദീ കുൻതു ഫീഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നെ യാത്രയാക്കപ്പെട്ടത് അഥവാ ഞാൻ കടന്നു വന്നത് മിൻ ഖൈരി ഖുറൂനി ബനി ആദമ, ആദം അലൈഹിസ്സലാമിന്റെ മക്കൾ, ആദം സന്തതികളുടെ ഓരോ തലമുറകളും കടന്നു വരുമ്പോ ഓരോ തലമുറകളിൽ നിന്നും ഏറ്റവും നല്ല തലമുറകളിലാണ് ഞാൻ കടന്നു വന്നത്. അത് കർണൻ ഫ കർണൻ, ഓരോ തലമുറകളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ തലമുറകളിൽ, അതായത് ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ കടന്നു വരികയാണല്ലോ. അവരിങ്ങനെ അവരുടെ ഒരു പിതാവിൽ നിന്ന് അയാളുടെ മക്കളിലേക്ക് കടക്കും. ഒരു പിതാവിന് പല മക്കളുണ്ടാകുമ്പോൾ ഈ പിതാവിലൂടെ വരുന്ന മക്കളൊക്കെ എന്തായിരിക്കും? ഈ മക്കളിലായിട്ട് പരക്കും. പിന്നെ ആ മക്കൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിലായിട്ട് അങ്ങനെ പരക്കും. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ നമ്മളൊക്കെ എല്ലാം ഉണ്ട്. നമ്മളുടെയൊക്കെ അസുല് അന്നേ ഉണ്ട്. ആ അസുല് എന്ത് ചെയ്യാണ്? പിതാക്കന്മാരുടെ മുതുകിലൂടെ, ഉമ്മമാരുടെ ഗർഭപാത്രത്തിലൂടെ ആയിട്ട് ഇങ്ങനെ മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ജനിക്കാൻ അള്ളാഹു നിശ്ചയിച്ച സമയം വരുമ്പോൾ അവർ ജനനമെടുക്കും, അല്ലാത്തവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതാണ് എല്ലാ മനുഷ്യന്മാരുടെയും സ്ഥിതി. എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. അതിൽ പോയിട്ട് ചില ആളുകളായിട്ടൊന്നും ഒഴിവാകൊന്നുമില്ല. ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ചില ആളുകൾ കാണാം. കാരണം ഈ വസ്തുത മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അത് മൊഹീദ്ദീൻ ശൈഖ് മാത്രമല്ല, എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും വരവ് ഒരുപോലെ ആവുകയില്ല എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ അത് വസ്തുത മനസ്സിലാക്കാതെ ചില ആളുകൾ നിഷേധിക്കുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മുതുകിൽ ഞാനുണ്ടായിരുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുതുകിൽ ഞാനുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ അപ്പൊ എന്താ പോയി പറയണത്? ഇബ്രാഹിം നബി മൊഹീദ്ദീൻ ശൈഖ് എത്ര കാലങ്ങൾക്ക് ശേഷം ജനിച്ച ആളാണ്. ഇബ്രാഹിം നബിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു എങ്ങനെ മൂപ്പര് പറയല്? മൂപ്പര് അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം മൂപ്പര് എത്രയോ കാലങ്ങൾക്ക് ശേഷം ജനിച്ച ആളല്ലേ. അപ്പൊ ആ പറയണ എന്താന്ന് മനസ്സിലാക്കില്ല. എത്ര വസ്തുതകളെ കുറിച്ചുള്ള ഒരു ധാരണ വേണ്ടേ? അതെല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കടന്നു വരുമ്പോഴൊക്കെ ഞാൻ ഉണ്ടായിരുന്നത് പല പിതാക്കന്മാരിലൂടെ മാറി വരുമ്പോഴും ആളുകൾ പല തരക്കാരല്ലേ. ഞാൻ കടന്നു വന്നതൊക്കെ ഏറ്റവും നല്ലവരായ ആളുകളിലൂടെയാണ്. കർണൻ ഫ കർണൻ, ഓരോ തലമുറകളിലും ഓരോ പിതാക്കന്മാരിൽ നിന്നും അവരെ മക്കളിലേക്ക് കൈമാറി പകർന്ന് വരുമ്പോഴൊക്കെ ഞാൻ കടന്നു വരുന്നത് ഏറ്റവും നല്ലവരിലൂടെ മാത്രമാണ്. അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള ആളുകൾ, അവരുടെ സഹോദരന്മാര്, അങ്ങനെ അവരുടെ മക്കള് ഒക്കെ പല നിലക്കുള്ള ആളുകളും സ്വഭാവമുള്ള ആളുകളും പല ആളുകളും ഉണ്ടായിരിക്കും. ഞാൻ കടന്നു വന്നത് ആരാണ്? ഏറ്റവും നല്ലവരിലൂടെ മാത്രമാണ്. ഹത്താ ഉഖ്രിജതു നബിയ്യൻ ഹത്താ
കുന്തു മിനൽ ഖർനില്ലദീ കുന്തു ഫീഹി, ഞാൻ ജനിച്ച ആ തലമുറ ഉണ്ടല്ലോ അതുവരെ അങ്ങനെയാണ്. അതുവരെ അഥവാ എനിക്ക് ജന്മം നൽകിയ തലമുറ അബ്ദുള്ള എന്നവരും ആമിന ബീവിയും, അതുവരെ ഞാൻ ആദം അലൈഹിസ്സലാം മുതൽക്ക് ഈ തലമുറ വരെ ഞാൻ കടന്നു വന്നത് ഏറ്റവും നല്ലവരിലൂടെ മാത്രമാണ്, ഖൈറായ ആളുകളിലൂടെ മാത്രമാണ് കടന്നു വന്നത്. അപ്പൊ എന്താണാ പറഞ്ഞത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ വസ്തുതയിലേക്കാണ് ആ വിരൽ ചൂണ്ടുന്നത്. അതായത് ഒരു പ്രവാചകൻ ജനിക്കാൻ പോവാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹിനെ സംബന്ധിച്ചപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ല്, തങ്ങൾ ജനിക്കേണ്ടുന്ന തങ്ങളുടെ ജനനത്തിനാവശ്യമായ അസ്ല്, ഈ അസ്ല് എവിടെ നിന്ന് വരുന്നു? ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് എല്ലാവരെയും പോലെ തന്നെ വരുന്നു. പക്ഷേ നൂറ്റാണ്ടുകൾ മറിഞ്ഞു, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷമാണ് റസൂലുള്ളാഹി ജനിക്കേണ്ടത്. ആ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ അസ്ല് ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? അള്ളാഹു തആല കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ഏറ്റവും നല്ലവരിലൂടെ മാത്രം കൊണ്ടുപോവുകയാണ്. എന്തിനാണത്? ഏറ്റവും നല്ലവരിലൂടെ മാത്രം കൊണ്ടുപോകും. നല്ലവരായി വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന പിതാവിലൂടെ, നല്ലവരായി വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന ഉമ്മയുടെ ഗർഭപാത്രത്തിലൂടെ, പിന്നെ അവരിലൂടെ ജനിക്കുന്ന അടുത്ത കുട്ടി, ആ കുട്ടി ആരായിരിക്കണം? ഇതേപോലെ നല്ലവൻ തന്നെ ആയിരിക്കണം. ഇങ്ങനെ നല്ലവരിലൂടെ മാത്രമാണ് അല്ലാഹു തആല എന്ത് ചെയ്തത്? കൊണ്ടുപോയിട്ടുള്ളത്. ഏതുവരെ? ഞാൻ ജനിച്ച ആ തലമുറ വരെ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നബിയായി പോകാൻ പോകുന്ന കുട്ടി, ജനിക്കാൻ പോകുന്ന കുട്ടി, ഈ കുട്ടി കടന്നു വരേണ്ടത് ഏത് മുതൽക്ക്? ആദം അലൈഹിസ്സലാം മുതൽക്ക് കടന്നു വരേണ്ടത് നല്ലവരിലൂടെ മാത്രമേ കടന്നു പോവാൻ പാടുള്ളൂ എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ജനിക്കുന്നത് വരെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് വെറുതെ ഉണ്ടാവാൻ പറ്റുമോ? അതൊക്കെ ഒരു യാദൃശികമായിട്ട് വെറുതെ ഉണ്ടായ ഒരു കാര്യമാണ്? ഒരിക്കലുമല്ല. അത് വളരെ കൃത്യമായി അല്ലാഹു തആല നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ. അതാണ് ദുർരിയത്തൻ ബഅ്ദുഹാ മിൻ ബഅ്ദിൻ. ആ നന്മയിലൂടെ മാത്രം കടന്നു വരുമ്പോ അതിന്റെ ഗുണങ്ങളൊക്കെ ആ കുട്ടിയിൽ സമ്മേളിക്കും. പിതാക്കന്മാരുടെ കടന്നു വരുമ്പോ ഈ കുട്ടികളുടെ സന്താന പരമ്പരകളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, പിതാക്കന്മാരിലും അവരുടെ തറവാട്ടിലും നിലകൊള്ളുന്ന പിതാക്കന്മാരിലുള്ള വിശേഷണങ്ങളെ സന്താനങ്ങൾ സൂക്ഷിച്ച് എന്തു ചെയ്യും? ഒരുമിച്ച് കൂട്ടിയിരിക്കും. പൊതുവിൽ അതാണ് അവസ്ഥ. അപ്പൊ നല്ലവരായ പിതാക്കന്മാരിലൂടെ മാത്രം കടന്നു വന്നാൽ അവരുള്ള നന്മ മാത്രമേ ഈ കുട്ടിയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ തുടക്കം തന്നെ എന്ത് ചെയ്യണം? ഈ കുട്ടിയുടെ അസ്ല് തന്നെ എന്തായിരിക്കണം? നല്ലവരിലൂടെ മാത്രം വരണം. കാരണം നന്മ മാത്രം ഒരുമിച്ച് കൂടിയ ഒരു കുട്ടിയായിരിക്കണം ഈ വരുന്നത്. അമ്പിയാക്കൾ പൊതുവെ അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് നല്ലവരിലൂടെ മാത്രമേ കടന്നു വരാൻ അള്ളാഹു അനുവദിച്ചുള്ളൂ. എന്തുകൊണ്ട്? ആ കുട്ടി നന്മ മാത്രം ഒത്തിണങ്ങിയ ഒരാളായിരിക്കണം. അല്ലാതിരുന്നാലോ, മോശപ്പെട്ട പിതാക്കന്മാരിലൂടെയോ മോശപ്പെട്ട ഉമ്മമാരിലൂടെയോ കടന്നു വന്നാൽ അവരിലുള്ള മോശത്തിന്റെ അംശം ആർക്കും ബാധിക്കും? ഈ കുട്ടിക്കും ബാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും എന്തുണ്ടാവാൻ പറ്റൂല, ആ നിലക്ക് പ്രവാചകനാകാൻ പോകുന്ന കുട്ടി ഒരിക്കലും ആ മോശപ്പെട്ട ആളുകളിലൂടെ എന്ത് ചെയ്യാൻ പാടില്ല? കടന്നു വരാൻ പാടില്ല. അത് മോശമാണ്, അതിന്റെ തകരാറുണ്ടാവും. ഒരിക്കലും അതുണ്ടാവാൻ പാടില്ല. കാരണം കുഴപ്പങ്ങളുള്ള മോശപ്പെട്ട ആളുകളെ ശുദ്ധീകരിക്കാനാണ് ഈ കുട്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയിൽ തന്നെ ഏതുണ്ടാവാൻ പാടില്ല? മോശപ്പെട്ട സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നന്മ മാത്രം ഉണ്ടാവണം. അതുകൊണ്ട് നന്മ മാത്രമുള്ള ആളുകളിലൂടെ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറിച്ചു കൊണ്ടുവരുന്നത്. ഇത് ഇമാം ബുഖാരി മറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ തന്നെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ, ഇന്നല്ലാഹു അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മായില വസ്തഫാ ഖുറൈശൻ മിൻ കിനാനത വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിമിൻ വസ്തഫാനി മിൻ ബനി ഹാഷിമിൻ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇന്നല്ലാഹു അസ്തഫാ ആദമ വ നൂഹൻ. ഇസ്തിഫാ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചു. അപ്പോ ആ അർത്ഥത്തിൽ റസൂലുള്ളാഹി പറയാണ്, കിനാനത്തിനെ അല്ലാഹു തആല എന്ത് ചെയ്തു? ഇസ്മായിൽ നബി അലൈഹി സ്വലാം മുതൽക്കാ പറയണത്.
ആല ഇബ്രാഹിം എന്ന് പറഞ്ഞല്ലോ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മക്കളിൽ നിന്ന് കിനാനത്തിന് അള്ളാഹു തആല ആ ഇസ്തിഫാവ് കൊടുത്തു. കിനാനത്തിന് അള്ളാഹു തആല എന്ത് ചെയ്തു? ആ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഇസ്തിഫാവ് ചെയ്തു കൊടുത്തു. എന്നിട്ട് കിനാനത്തിന്റെ മക്കൾക്ക് ഇതുണ്ടായി. കിനാനത്തിന്റെ മക്കളിൽ നിന്ന് വസ്തഫ ഖുറൈശൻ മിൻ കിനാനത്ത, കിനാനത്തിന്റെ മക്കളിൽ നിന്ന് പലരുമുണ്ട്, പല കബീലക്കാരുമുണ്ട്. അതിൽ ഖുറൈശികൾക്കാണ് ആ ഇസ്തിഫാവ് കൊടുത്തത്. ഖുറൈശികളിൽ പൊതുവെ ഏതുണ്ട്? ചില ഗുണങ്ങളുണ്ട്. ഖുറൈശികളിൽ പൊതുവെ ചില ഗുണങ്ങളുണ്ട്. ആ ഇസ്തിഫാണ് പറയുക. വസ്തഫ ഖുറൈശൻ, ഖുറൈശികൾക്കാണ് ആ ഇസ്തിഫാവ് കൊടുത്തത് മിൻ കിനാനത്ത, കിനാനത്തിന്റെ മക്കളിൽ നിന്ന്. പിന്നെ ഖുറൈശികൾ തന്നെ പലരുമുണ്ട്. വസ്തഫ മിൻ ഖുറൈശിൻ, ഖുറൈശിൽ നിന്ന് പല ഖുറൈശികളും ഉണ്ടെങ്കിലും ഖുറൈശികളിൽ നിന്ന് അല്ലാഹു തആല ഇസ്തിഫാ ചെയ്തത്, കടഞ്ഞെടുത്ത് ശുദ്ധീകരിച്ചെടുത്തത് ബനി ഹാഷിമിൻ, ബനി ഹാഷിമിനെയാണ്. ബനു ഹാഷിമിന് തന്നെ. ഒക്കെ ഖുറൈശികൾ തന്നെ. ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിം, ബനു അബ്ദുൽ മുത്തലിബ് ഒക്കെ ഉണ്ടല്ലോ. ഈ ബനു ഹാഷിമിനെ എന്താക്കിയത്? ബനു അബ്ദു മനാഫൊക്കെ. ഈ ബനു ഹാഷിമിനെ എന്ത് ചെയ്തത്? അല്ലാഹു തആല ഖുറൈശികളിൽ നിന്ന് പ്രത്യേകം ഇസ്തിഫാ ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു? വസ്തഫാനി, ഞാൻ ബനു ഹാഷിമിൽപ്പെട്ട ആളാണ്, പക്ഷെ വസ്തഫാനി, എന്നെ അല്ലാഹു തആല പ്രത്യേകമായി തെരഞ്ഞെടുത്തു മിൻ ബനി ഹാഷിമിൻ, ബനു ഹാഷിമിൽ നിന്ന്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് പ്രത്യേകമായി കടഞ്ഞെടുത്ത് സംശുദ്ധീകരിച്ചെടുത്ത ആളാണ് ഞാൻ എന്നാണ് ആ പറഞ്ഞത്. അത് നേരത്തെ പറഞ്ഞ അർത്ഥത്തിലുള്ളതാണ്. ഈ അർത്ഥത്തിൽ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് വേറൊന്നും കൂടി പറഞ്ഞാൽ അത് നല്ലൊരു സംഭവമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അൻസാറുകളിൽപ്പെട്ട ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, എന്തെന്ന്? ഇന്നാ നസ്മഉ മിൻ ഖൗമിക ഹത്താ യഖൂലൽ ഖായിലു മിന്നും ഇന്നമാ മസലു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസലു നഖ്ലത്തിൻ അംബതത് ഫീ കബായിൻ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ ഒരു മോശമാക്കുന്ന, കുടുംബത്തിന്റെ ആ ഇസ്തിഫാ, ആ മഹത്വം അംഗീകരിച്ച തരത്തിലല്ലാതെ ഇസ്ലാഹിനോട് ഞാനിപ്പോ അപ്പോഴും പറയാറുണ്ട്, ഇസ്ലാഹിക്ക് സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിക്കണം. മനസ്സിലായ? ഇസ്ലാഹിക്ക് അവസരം തരും. ഇപ്പൊ പറയണത് ശ്രദ്ധിക്കുക. എന്തങ്ങട്ട് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല എന്ന് ആദ്യം തീരുമാനിക്കരുത്. അതൊരു നല്ല സ്വഭാവമല്ല ഇസ്ലാഹി. പറയണതൊന്നും അങ്ങോട്ട് കേട്ടോ, എന്നിട്ട് സംശയങ്ങളുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. പല ഭാഗത്തും പലതും കേൾക്കണതൊക്കെയാണ് സംശയങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ആ സംശയങ്ങൾ എന്ത് ചെയ്യുക? നേരിട്ട് വന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അതാണ് ഒരു നല്ല ശൈലി. അതിലാവട്ടെ. അപ്പൊ ഇപ്പൊ പറയണത് ശ്രദ്ധിക്കുക കേട്ടാ. ഈ പറഞ്ഞ തരത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ മോശമാക്കുന്ന തരത്തിലുള്ള ചില വർത്തമാനം ആളുകൾ പറഞ്ഞു. ചില ഖുറൈശി പ്രമുഖന്മാരിൽപ്പെട്ട ആളുകൾ പറഞ്ഞു. അതായത് റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് ഒരു പഴഞ്ചൊല്ല്, നമ്മൾ പഴഞ്ചൊല്ല് പറയും, ഉദാഹരണം പറയുമല്ലോ, ഈ പഴഞ്ചൊല്ല് പോലെ പറഞ്ഞു. റസൂലുള്ള വലിയ ആളൊക്കെ തന്നെയാണ്, പക്ഷെ റസൂലുള്ളാഹിന്റെ കുടുംബം അത്ര ഉഷാറൊന്നുമില്ല, അത് മോശമാണ്. അപ്പൊ നമ്മളിങ്ങനെ അടിച്ചു വാരിയിട്ട് കൊണ്ടുപോയി എറിഞ്ഞാൽ അതിൽ വല്ല ഈത്തപ്പഴത്തിന്റെ കുരു ഉണ്ടെങ്കിൽ ആ കുരു അവിടെ കിടന്ന് മുളക്കും. ആ കുരു അവിടെ മുളച്ചു വൃക്ഷമായി ഈത്തപ്പന ആയി വന്നാലോ അത് ഈത്തപ്പഴം നല്ല തന്നെയല്ലേ? ആ പന നല്ല തന്നെയല്ലേ? പക്ഷെ അത് മുളപ്പിച്ച ഭൂമി സ്ഥലം അത്ര നല്ലതാണോ? അല്ല, അത് മോശപ്പെട്ട ഒരു സ്ഥലല്ലേ എന്ന അർത്ഥത്തിൽ തങ്ങൾ ആൾ വലിയ ആളൊക്കെ തന്നെയാണ്, പക്ഷെ തങ്ങളുടെ കുടുംബം മോശമാണ്. കുടുംബം മോശമാണെന്ന് വരുത്തുന്ന തരത്തിൽ ഒരു പഴഞ്ചൊല്ല് ചില ആളുകൾ പറഞ്ഞു. ഈ വിഷയം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അൻസാറുകൾപ്പെട്ട ചില ആളുകൾ ചെന്ന് പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് വേറെ റിപ്പോർട്ടിലുണ്ട്. ഏതിലാവട്ടെ, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് മൻ അന, ഞാൻ ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? ആളുകളോട് ചോദിക്കാൻ, ഞാൻ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ആ സഹാബത്തിന് അറിയില്ലല്ലോ എന്താ അങ്ങനെ ഒരു ചോദ്യം. അവര് പറഞ്ഞു, ഖാലു അൻത റസൂലുള്ളാഹി അലൈഹിസ്സലാം, അങ്ങ് അല്ലാഹുവിന്റെ റസൂല് എന്നവർ മറുപടി പറഞ്ഞു. അപ്പൊ റസൂലുള്ള പറയാണ്, ഫഖാൽ അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുല്ലാഹിയുടെ മകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അപ്പൊ പിതാക്കന്മാരെ പേരുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇന്ന ആളുടെ മകൻ, ഇന്നയാളുടെ മകൻ, ഇന്നയാളാണ്. അപ്പൊ പിതാക്കന്മാരങ്ങോട്ട് എടുത്തു പറഞ്ഞു. എന്നിട്ട് റാവി പറയാണ്, ഫമാ സമഅനാഹു ഇൻതമാ ഖബലഹാ ഖത്തു, ഇതിന്റെ മുൻപ് റസൂലുള്ളാഹി ഇങ്ങനെ പിതാക്കന്മാരെ പേര് പറഞ്ഞുകൊണ്ട് തറവാട് പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടില്ല, അപ്പോഴാണ് ആദ്യമായി കേൾക്കുന്നത്. എന്നിട്ട് പിന്നെ റസൂലുള്ള പറയാൻ, അലാ ഇന്നല്ലാഹ ഖലഖ ഖൽഖഹു, അറിയണം നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചു.
സൃഷ്ടികളെ സൃഷ്ടിച്ചു. സുമ്മ ഫറഖഹും ഫിർഖത്തൈനി, പിന്നെ അവരെ രണ്ട് വിഭാഗമാക്കി. അങ്ങനെയല്ലോ, ഒരു വാപ്പയുടെ മക്കൾ, വാപ്പാക്ക് രണ്ട് മക്കൾ ഉണ്ടാകുമ്പോൾ വാപ്പയിലൂടെ വരുന്ന ഏത് തറവാട് രണ്ടായി. പിന്നെ അവരെന്താക്കും, പിന്നെ ആ മക്കൾക്ക് മക്കൾ ഉണ്ടാകുമ്പോൾ വീണ്ടും ഈ ഒരൊറ്റ തറവാട് തന്നെ പല ശാഖകളായി പിരിയും. ഇങ്ങനെ രണ്ട് വിഭാഗമാക്കി. ഫജഅലനി ഫീ മിൻ ഖൈരിൽ ഫരീഖൈനി, ഈ രണ്ട് വിഭാഗത്തിൽ ഏറ്റവും നല്ലവരിലാണ് എന്നെ നിശ്ചയിച്ചത്. സുമ്മ ജഅലഹും ഖബായില, പിന്നെ അവരെ അല്ലാഹു തആല വിവിധ ഗോത്രങ്ങളാക്കി. ഒരൊറ്റ വാപ്പാടെ മക്കൾ തന്നെ പലതുമായി പിരിയുമ്പോൾ ഈ ഒരൊറ്റ തറവാട് തന്നെ വിവിധ തരത്തിലേക്ക് നീങ്ങുമല്ലോ, വിവിധ ശാഖകളായി പിരിയും. ഇവരെ സുമ്മ ജഅലഹും ഖബായില, പിന്നെ വിവിധ കബീലക്കാരാക്കി. ഫജഅലനി ഫീ ഖൈരിഹിം ഖബീലതൻ, അപ്പോൾ അല്ലാഹു തആല എന്നെ നിശ്ചയിച്ചത് ഏറ്റവും നല്ല കബീലയിലാണ്. ഫാന ഖൈറുക്കും ബൈതൻ വഖൈറുക്കും നഫ്സാ, അതുകൊണ്ട് ഞാൻ എല്ലാവരെക്കാളും, നിങ്ങളിൽ എല്ലാവരെക്കാളും ഏറ്റവും നല്ല തറവാടുള്ള ആളാണ്, നിങ്ങൾ എല്ലാവരെക്കാളും വ്യക്തിപരമായും ഏറ്റവും നല്ല നന്മ ഒത്തിണങ്ങിയ ആളാണ്. എല്ലാ നന്മകളും എന്നിലുണ്ട്, എന്നിൽ നന്മ മാത്രമേ ഉള്ളൂ. ഈ നന്മ എവിടെ നിന്ന് കിട്ടി? ഖൈറുക്കും ബൈതൻ, എന്റെ കുടുംബത്തിന്റെ നന്മയാണ്, അവരുടെ നന്മ തന്നെയാണ് എന്നിലുള്ളത്. ഈ നന്മ തന്നെയാണ് അത് തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്നാണ് അർത്ഥം. അപ്പൊ എന്റെ നന്മകളൊക്കെ എന്തുണ്ട്? എന്റെ നന്മകൾ, എല്ലാ അർത്ഥത്തിലും നന്മകൾ ഒത്തിണങ്ങിയ ആളാണ്, ഖൈറ് ഒരുമിച്ച് കൂടിയ ആളാണ്. എന്റെ കുടുംബവും ആ നിലക്ക് എല്ലാ നിലക്കും നന്മകൾ ഒരുമിച്ച് കൂടിയ ആളാണ് എന്ന് പറഞ്ഞു. മനസ്സിലായ? ഇതൊക്കെ എല്ലാ അർത്ഥത്തിലുള്ള നന്മകളെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ പ്രത്യേകമായി വിവാഹത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില റിപ്പോർട്ടുകളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായുടെ റിപ്പോർട്ടിലൊക്കെ കാണാൻ പറ്റും, റസൂലുള്ളാഹി പറയാം, മാ വലദനി മിൻ സിഫാഹി അഹ്ലിൽ ജാഹിലിയ്യത്തി ഷൈഉൻ മാ വലദനി ഇല്ലാ നിക്കാഹുൻ കനിക്കാഹിൽ ഇസ്ലാം. ജാഹിലിയ്യ കാലഘട്ടത്തിൽ പല വേണ്ടാത്തരങ്ങളുമുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് അവരുടെ നിക്കാഹ് പല തരത്തിലുണ്ടായിരുന്നു. അവർ വിവാഹം ചെയ്യുന്നത് പല തരത്തിലാണ്. മഹാന്മാരായ പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള നിക്കാഹാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇസ്ലാമിന്റെ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് ശറഅാക്കി പഠിപ്പിച്ചു കൊടുത്ത ഒരു ഇസ്ലാമിന്റെ നിക്കാഹുണ്ട്. അങ്ങനത്തെ ഒരു നിക്കാഹും അവരിൽ ഉണ്ടായിരുന്നു. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ അവർക്ക് ബാക്കി കിട്ടി, അവർ ബാക്കിയായി നിലനിന്ന വിഷയങ്ങളിൽ ചില വിഷയങ്ങളിൽ പെട്ടതാണത്. അങ്ങനെയുള്ള നിക്കാഹും അവരിലുണ്ട്. അതേ സമയത്ത് അല്ലാത്ത പലതരം നിക്കാഹുകളുമുണ്ട്. ഇതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാര് അങ്ങോട്ട് പരിശോധിച്ചാൽ, അത് ആ അറ്റം വരെ പരിശോധിച്ചാലും ഇസ്ലാമികമായ ഇന്ന് നിലനിൽക്കുന്ന ഈ നിക്കാഹ് പോലത്തെ നിക്കാഹല്ലാത്ത ഒരു സംഭവം അവരിൽ എവിടെയും കാണാൻ സാധ്യമല്ല. മനസ്സിലായോ? ഇന്ന് ഇസ്ലാമിൽ നിലനിൽക്കുന്ന, അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ ബാക്കി നിൽക്കുന്നതാണത്. അങ്ങനെ പലതും അവരിൽ ബാക്കി നിന്നിരുന്നു. ചിലരിലൊക്കെ കൂടുതലായിട്ടുണ്ടാവും, ചിലരത് വളരെ കുറച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ആവട്ടെ, അവരിൽ നിലനിന്നിരുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ ബാക്കിയായി ഉണ്ടായിരുന്ന ചില വിഷയങ്ങളിൽ പെട്ടതാണത്. അതുകൊണ്ട് അല്ലാത്ത നിക്കാഹും അവരിൽ ഉണ്ടായിരുന്നു. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരായി എവിടെ പരിശോധിച്ചു നോക്കിയാലും അതൊക്കെ ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ട, ഇസ്ലാമിൽ ഇന്ന് നിലകൊള്ളുന്ന ഈ നിക്കാഹ് പോലെയുള്ള നിക്കാഹിലൂടെ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ലാത്ത ഒരു നിക്കാഹ്, ജാഹിലിയ കാലഘട്ടത്തിലുള്ള തരത്തിലുള്ള ഒരു നിക്കാഹ് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനോ തറവാടിനോ പിതാക്കന്മാർക്കോ സംഭവിച്ചിട്ടില്ല, ഒരിക്കലുമില്ല. അപ്പൊ കണ്ടില്ലേ, അപ്പൊ എല്ലാ നിലക്കും സർവ്വവിധ കുറവുകളെ തൊട്ടൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളരെ നല്ലവരായ ആളുകളിലൂടെ മാത്രം ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാം മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനനമെടുക്കുന്ന അബ്ദുല്ലാ, ആമിന റളിയല്ലാഹു അൻഹുമ, അവർ വരെ അല്ലാഹു തആല ആ നിലക്ക് നല്ലവരായ ആളുകളിലൂടെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്തുകൊണ്ട്? ആ നന്മകൾ, പിതാക്കന്മാരിൽ നിലകൊള്ളുന്ന നന്മ ഈ കുട്ടിയിൽ പൂർണ്ണമായി സമ്മേളിക്കൽ, അസ്ലിൽ തന്നെ സമ്മേളിക്കൽ ആവശ്യമാണ്. അതിന്റെ ചില ഗുണങ്ങൾ അതിന്റെ പിന്നിലുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. അതിന് വേണ്ടി ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ടുവരിക. അമ്പിയാക്കൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്ഥിതി അത് തന്നെയാണ്. ഇവിടെ ഈ വസ്തുത പരിശുദ്ധ ഖുർആൻ തന്നെ നേരത്തെ നമ്മൾ വിശദീകരിച്ചതിന്റെ പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. സൂറത്തു ശുഅറായിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലദീ യറാക ഹീന തഖൂമു വതഖല്ലുബക ഫിസ്സാജിദീൻ വതഖല്ലുബക ഫിസ്സാജിദീൻ. ഈ പറഞ്ഞ ആയത്തിന് പല തഫ്സീറുകളുമുണ്ട്. ഖുർആന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ.
ഖുർആന്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. ഒരായത്തിന് ആകെ ഒരേ ഒരർത്ഥം മാത്രമല്ല ഉണ്ടാകുക, പല തഫ്സീറുകളും ഉണ്ടാവും. അതാണ് ഖുർആനും മറ്റുള്ള കലാമും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ്. ഖുർആനും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ തന്നെയാണ്. പല വസ്തുതകളും ഒരൊറ്റ ആയത്തിൽ തന്നെ ഒതുങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിടത്തൊക്കെ വ്യത്യസ്തമായ തഫ്സീർ വരാനുള്ള കാരണം അത് തന്നെയാണ്. അതിന്റെ അർത്ഥം അത് പരസ്പര വൈരുദ്ധ്യമല്ല, അതെല്ലാം ആ ആയത്തിനുള്ള ഉദ്ദേശങ്ങൾ തന്നെയാണ്. ഇവിടെ തഖല്ലുബക ഫി സാജിദീന, സാജിദീങ്ങളായി അങ്ങ് കടന്നു വന്നതിനെ കാണുന്ന റബ്ബ് എന്നാണ് പറഞ്ഞത്. ഇവിടെ സാജിദീങ്ങളിൽ അങ്ങയുടെ തഖല്ലുബ്, അങ്ങിങ്ങനെ മറിയുന്നത്, ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം? ഇത് പല തഫ്സീറുകളും ഉണ്ട്. നമസ്കാര സമയത്തെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളുടെ അഹ്വാലുകളെ പരിശോധിച്ചുകൊണ്ട് നടക്കുന്ന അത് പരിശോധിക്കാൻ വേണ്ടി ഇറങ്ങുന്ന അവസ്ഥയെ സംബന്ധിച്ചാണ് പല തഫ്സീറുകളുമുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു തഫ്സീറാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നൽകിയ ഒരു തഫ്സീർ. രണ്ട് തഫ്സീർ ഇബ്നു അബ്ബാസ് എന്നവരെ തൊട്ട് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു തഫ്സീറാണ് കാല ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞത്, മിൻ നബിയിൻ ഇലാ നബിയിൻ ഹത്താ ഉഖ്രിജത നബിയൻ, മിൻ നബിയിൻ ഇലാ നബിയിൻ ഹത്താ ഉഖ്രിജത നബിയൻ. ഈ തഖല്ലുബക ഫി സാജിദീന, ഈ സാജിദീങ്ങൾ സുജൂദ് ചെയ്യുന്നവർ എന്നതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത് അമ്പിയാക്കളെയാണ്. അഥവാ അമ്പിയാക്കളിലൂടെയാണ് അങ്ങ് കടന്നു വന്നത്. അമ്പിയാക്കളിലൂടെയാണ്. മിൻ നബിയിൻ ഇലാ നബിയിൻ, ഒരു നബി, അതാണ് നേരത്തെ പറഞ്ഞത്, എല്ലാവിധ നന്മകളും ഒത്തിണങ്ങിയ പിതാവിന്റെ മുതുകിൽ നിന്ന് അടുത്ത മകന്റെ മുതുകിലേക്ക് കൈമാറുന്നു. ഈ മകനും ആരാണ്? അതും ഈ നിലക്കുള്ള പിതാവിന്റെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ആളാണ്. ആ പിതാവിൽ നിന്ന് ആ മകനിൽ നിന്ന് അടുത്ത കുട്ടിയിലേക്ക് കൈമാറുന്നു. അപ്പോഴും ഈ ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയ ആ നല്ലവരിലൂടെ മാത്രമാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അതന്നെ, ഒരു പ്രവാചകന്റെ മുതുകിൽ നിന്ന് പിന്നെ കടക്കുന്നതോ മോശപ്പെട്ട മകനിലേക്ക് കടക്കില്ല, നല്ല ആ പ്രവാചകനിൽ നിന്ന് അടുത്ത പ്രവാചകനിലേക്കാണ് കടക്കുന്നത്. അങ്ങനെ വന്ന് ഏതുവരെ? ഹത്താ ഉഖ്രിജത നബിയൻ, നബിയായി അങ്ങോട്ട് ജന്മം എടുക്കുന്നത് വരെ. എന്ന് വെച്ചാൽ എന്താ? എല്ലാ കാലത്തും പ്രവാചകന്മാരില്ലല്ലോ, പ്രവാചകന്മാരില്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ടല്ലോ. അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചതാണ്. അത് പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചിട്ടുമുണ്ട്. അഥവാ പ്രവാചകന്മാരിലൂടെ കടന്നു വരുന്ന കാലഘട്ടങ്ങളിൽ അങ്ങനെ തന്നെ, പ്രവാചകന്മാരുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അങ്ങനെ തന്നെ വന്നത്. പിന്നീട് എന്ത് ചെയ്തു? ആ പ്രവാചകന്മാരിൽ ഉണ്ടായിരുന്ന എല്ലാവിധ ഗുണങ്ങളും നന്മകളും നിലനിർത്തി വന്ന മക്കളിലൂടെയാണ് കടന്നു വന്നത്. ആ പ്രവാചകത്വത്തിന്റെ ഗുണവിശേഷണങ്ങൾ ഒത്തിണങ്ങിയവരിലൂടെ കടന്നു വന്നു. ഹത്താ ഉഖ്രിജത നബിയൻ, അങ്ങ് നബിയായി പുറത്തു വരുന്നത് വരെ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദം അലൈഹിസ്സലാം മുതൽക്ക് കടന്നു വരുമ്പോ വളരെ ശ്രദ്ധിക്കണം. ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് റസൂലുള്ളാഹി കടന്നു വരുന്നത് നബിയായ പിതാവിന്റെ മുതുകിൽ നിന്ന് നബിയായ മകന്റെ മുതുകിലേക്ക്, വീണ്ടും പ്രവാചകന്റെ മുതുകിലേക്ക്, വീണ്ടും പ്രവാചകന്റെ മുതുകിലേക്ക്, അങ്ങനെ കടന്ന് പ്രവാചകന്മാരിൽ നിന്ന് പ്രവാചകന്മാരിലേക്കാണ് റസൂലുള്ളാഹി തങ്ങളാകുന്ന വരാൻ പോകുന്ന പ്രവാചകന്റെ അസ്ൽ കടന്നു വരുന്നത്. അങ്ങനെ വന്നു പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടത്തിലും പിന്നെ എന്താ ഉണ്ടായത്? ആ പ്രവാചകന്മാരുടെ സന്താന പരമ്പരകളിൽ പ്രവാചകന്മാരിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഗുണനന്മ വിശേഷണങ്ങളുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രവാചകന്മാർക്കുണ്ടാവേണ്ടുന്ന നന്മകൾ, ആ പൂർണ്ണതകൾ, അതെല്ലാം അതേ രൂപത്തിൽ ഒത്തിണങ്ങിയ മക്കളിലൂടെയാണ് കടന്നു വന്ന് പിന്നെന്തുണ്ടായി? ഹത്താ ഉഖ്രിജത നബിയൻ, പ്രവാചകനായി പുറത്തു വരുന്നത് വരെ. അപ്പൊ ആദം അലൈഹിസ്സലാം മുതൽക്ക് പ്രവാചകന്മാരിലൂടെയും പ്രവാചകന്മാരുടെ നന്മകളും ഗുണങ്ങളും മേന്മകളും ഒത്തിണങ്ങിയ ആളുകളിലൂടെയും വാരിസീയങ്ങളിലൂടെയുമാണ് എന്ത് ചെയ്യുന്നത്? അങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് എന്നാണ് ആ പറഞ്ഞത്. അത് ബഹുമാനപ്പെട്ട ഇമാം തബറാനി മുഅ്ജമുൽ കബീറിലും, അതുപോലെ തന്നെ ഇമാം ബസ്സാർ തന്റെ മുസ്നദിലും, അതുപോലെ പല പണ്ഡിതന്മാരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ നൽകിയ തഫ്സീർ മിൻ നബിയിൻ ഇലാ നബിയിൻ ഹത്താ ഉഖ്രിജത നബിയൻ എന്ന് പറഞ്ഞ ഈ തഫ്സീർ തബ്റാനിയിലുണ്ട്, മുസ്നദുൽ ബസ്സാറിലുണ്ട്. അതുപോലെ അതിന്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ച് മജ്മുഉ സവായിദിൽ പറഞ്ഞത് റവാഹുൽ ബസ്സാർ വ തബ്റാനി വ റിജാലുഹുമാ റിജാലുസ് സ്വഹീഹി. ഈ റിപ്പോർട്ടർമാരൊക്കെ
സഹീഹിന്റെ ബുഖാരി മുസ്ലിമിന്റെ റിപ്പോർട്ടർമാരാണ്. വൈറു ഷബീബ് ഇബ്നു ബിശ്റിൻ, ഷബീബ് ഇബ്നു ബിശ്ർ എന്നവർ ബുഖാരി മുസ്ലിമിൽ റിപ്പോർട്ടുള്ള ആളല്ല, പക്ഷെ വഹുവ സിഖത്തുൻ, അദ്ദേഹം വിശ്വസ്തനുമാണ്. അപ്പോ ഇതിന്റെ റിപ്പോർട്ടർമാർ എല്ലാവരും ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ബുഖാരി മുസ്ലിമിന്റെ റിപ്പോർട്ടർമാരാണ്. ആ ഷബീബ് ഇബ്നു ബിശ്ർ എന്നവരോ മോശക്കാരനല്ല, വഹുവ സിഖത്തുൻ, വളരെ വിശ്വസ്തനും യോഗ്യനുമാണ്. ഇത് സൂറത്തു ശുഅറാന്റെ തഫ്സീറിലും മജ്മുഉ സവാദിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതേ സംഭവം തന്നെ, ഈ തഫ്സീർ തന്നെ മജ്മുഉ സവാദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാരുടെ ബഹുമാനം, കറാമത്തു അസ്ലിഹി, തങ്ങളുടെ പിതാക്കന്മാർ തറവാടിന്റെ കറാമത്ത് ബഹുമാനം പറയുന്ന അധ്യായത്തിലും ഈ ഇബ്നു അബ്ബാസ് എന്നവർ ഈ ആയത്തിന് ഇങ്ങനെ തഫ്സീർ ചെയ്തത് എടുത്തുദ്ധരിച്ചിട്ട് അവിടെ പറഞ്ഞത് വറവാഹുൽ ബസ്സാർ വരിജാലുഹു സിഖാത്തുൻ, ഇതിന്റെ റിപ്പോർട്ടർമാരൊക്കെ വിശ്വസ്തരാണ് എന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു തകരാറില്ലാത്ത റിപ്പോർട്ടാണെന്നർത്ഥം. ചില ആളുകൾ തഖല്ലുബക ഫി സാജിദീൻ എന്ന് പറഞ്ഞ ഈ ആയത്തിന് ഇബ്നു അബ്ബാസ് എന്നവർ തൊട്ട് വന്ന ഈ തഫ്സീർ അത് റിപ്പോർട്ട് സ്ഥിരപ്പെട്ടതല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വില കുറഞ്ഞ വേലകൾ നടത്തുന്നിട്ടുണ്ട്. അങ്ങനെ ചില ആളുകളൊക്കെ വാദിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് അതിന്റെ പ്രമാണപ്രകാരം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റില്ല. ഈ അർത്ഥത്തിലുള്ള റിപ്പോർട്ടുകൾ പലതും വന്നിട്ടുണ്ട്. ഇതേ തഫ്സീർ തന്നെ മിൻ സുൽബി നബിയിൻ ഇലാ നബിയിൻ എന്നത് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബി ഹാത്തിം അവരുടെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് എന്നവർ തൊട്ട് ഈ തഫ്സീർ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂ ഇസ്ഹാഖ് സഅലബി എന്നവരും അവരുടെ തഫ്സീറിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകൾ തന്നെയാണ്. ഈ ഇബ്നു അബി ഹാത്തിം എന്നവരുടെ തഫ്സീറിൽ മറ്റൊരു റിപ്പോർട്ടുള്ളത് ഇബ്നു അബ്ബാസ് എന്നവരെ തൊട്ട് തന്നെ മാസാലൻ നബിയു യതഖല്ലബു ഫി അസ്ലാബിൽ അംബിയായി ഹത്താ വലദത്ഹു ഉമ്മുഹു. കണ്ട, ഹത്താ വലദത്ഹു ഉമ്മുഹു. ഇന്നബി വാബാക ഫിന്നാർ. ഇസ്ലാഹിനോടല്ലേ ഞാൻ പറഞ്ഞത്, ഇസ്ലാഹി PMG അല്ലാന്ന്. ഇന്നബി വാബാക ഫിന്നാർ ഞാനത് വിശദീകരിച്ചു തരാം. ഇസ്ലാഹി മൈക്കെടുത്തിട്ട് എന്നോട് ചോദിച്ചാൽ മതിയല്ലോ, ഞാനത് പറഞ്ഞുതരുമല്ലോ. പഠിക്കാൻ പോതിണ്ടെങ്കിൽ ഇസ്ലാഹി ഇവിടെ എന്തെല്ലാം വഴിയുണ്ട്. ഇസ്ലാഹി എന്ത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ വേണ്ടി നീ അതൊക്കെ പറയണതേ. അതെന്താ ഇസ്ലാഹി മനസ്സിലാക്കാത്തത്? ഇസ്ലാഹി നല്ല കുട്ടിയാണ്. അപ്പോ ഈ റിപ്പോർട്ട് വേറെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഈ അർത്ഥത്തിൽ തന്നെ ഇബ്നു അബ്ബാസ് എന്നവരെ തൊട്ട് തന്നെ മാസാലൻ നബിയു യതഖല്ലബു ഫി അസ്ലാബിൽ അംബിയാ ഹത്താ വലദത്ഹു ഉമ്മുഹു. കണ്ടില്ലേ, ഉമ്മ ഇതൊക്കെ കേൾക്ക് ഇസ്ലാഹി. ഒരൊറ്റ ഹദീസ് മാത്രം കണ്ടിട്ട് അത് മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നടക്കല്ല. ഒന്ന് പഠിക്ക്. ഇതൊക്കെ ഉള്ളത് തന്നെയല്ലേ, ഇതൊക്കെ നമ്മൾ വെറുതെ പറയണതല്ലോ. ഇതൊക്കെ ഒന്നും മനസ്സിലാക്കണ്ടേ. അത് ഇസ്ലാഹി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടോ, നിങ്ങൾ പഠിക്കുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ പഠിപ്പിച്ചു തരുന്ന ആളുകൾ ഇതൊന്നും പറഞ്ഞു തരില്ല. അത് ഇവിടെയുള്ള ഈ വഹാബി കയറിയ ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊന്നും നിങ്ങൾക്ക് അവർ പറഞ്ഞു തരില്ല. അവര് ഇന്നബി വാബാക്ക ഫിന്നാർ മാത്രമേ പറഞ്ഞു തരുള്ളൂ. അപ്പൊ നിങ്ങൾ അത് മാത്രമേ ദുന്യാവിലുള്ളൂ എന്ന് വിശ്വസിച്ച് നടക്കാണ്. വാസ്തവത്തിൽ വസ്തുതയെ തൊട്ട് നിങ്ങൾ അകറ്റാണ് അവര്. മനസ്സിലായ? ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാലോ അപ്പൊ നിങ്ങൾ ഇതൊക്കെ അന്വേഷിക്കുമല്ലോ. ഇപ്പൊ ഇസ്ലാഹി വേണമെങ്കിൽ ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആ ലൈഫ എന്ന് പറഞ്ഞാൽ മാത്രം കേട്ടിട്ടുണ്ടാവുള്ളൂ. അതൊന്നും ലൈഫൊന്നല്ല, അതൊക്കെ കൃത്യമായി സ്ഥിരപ്പെട്ടത് തന്നെയാണ്. പിന്നെന്താ, ഇതൊക്കെ കൃത്യമായി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാഹി ആണെങ്കിൽ പോലും, ഇപ്പൊ ഈ കുട്ടിയുടെ പേരെന്താന്ന് എനിക്കറിയില്ല, ഏതായാലും വേണ്ടില്ല, ഇസ്ലാഹി തന്നെ വിളിക്കാം. ഇസ്ലാഹി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വസ്തുത അന്വേഷിക്കുന്ന ഏതൊരാളും അങ്ങനെ ഉണ്ടോ, ഇബ്നു അബ്ബാസ് എന്നവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അപ്പോ ഇന്ന അബി വാബാക്ക് ഫിന്നാറിന് പുറത്തുണ്ടല്ലോ, എന്താ അപ്പൊ അതിന്റെ ഉദ്ദേശം? അപ്പൊ അതൊന്ന് പഠിക്കും. അപ്പൊ അതിന്റെ യഥാർത്ഥം അന്വേഷിക്കുകയാണെങ്കിൽ എന്താക്കും, അന്വേഷിക്കുകയാണെങ്കിൽ കിട്ടും. അതിന് ആത്മാർത്ഥത വേണം. അപ്പൊ ഇതൊക്കെ ഒന്ന് കേട്ടു നോക്ക്. ഇങ്ങനൊക്കെ ഉണ്ട്, മറ്റത് മാത്രമേ കേൾക്കുള്ളൂ എന്ന് തീരുമാനിക്കല്ല, ഇതിങ്ങനൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെ അതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരു വിഷയം. നമ്മളിത് ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. അത് നമ്മൾ ആദ്യം ഒരു ധാരണ വെച്ചിട്ട് അതന്നെ അംഗീകരിക്കുള്ളൂ എന്ന് വന്നാൽ അത് വസ്തുതയെ തൊട്ട് നമ്മൾ അകറ്റും. അതുകൊണ്ട് യഥാർത്ഥം എന്താണെന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കണമെങ്കിൽ എന്തായിരിക്കണം, ആ വിഷയത്തിൽ വന്നതൊക്കെ പരിഗണിക്കണം. ചിലത് മാത്രം കേൾക്കുള്ളൂ, മറ്റത് അംഗീകരിക്കില്ല എന്നായി തന്നെ തീരുമാനിച്ചു വെക്കരുത്. അത് വന്ന വിഷയങ്ങളൊക്കെ പഠിക്കണം. അതൊക്കെ കൂട്ടിച്ചേർത്തിയാണ് അപ്പോഴാണ് ഒരു വിഷയത്തിന്റെ ശരിയായ രൂപം പുറത്തു വരിക. അങ്ങനെയാണ് വിഷയങ്ങളെ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത് ഹത്താ വലദത്ഹു ഉമ്മുഹു, ഉമ്മ പ്രസവിക്കുന്ന അതേ സമയം വരെ, അതുവരെ ഏത് ചെയ്തു,
അമ്പിയാക്കളുടെ മുതുകിലൂടെ, അതായത് അമ്പിയാക്കളുള്ളപ്പോ അമ്പിയാക്കളുടെ മുതുകിലൂടെ. പിന്നെ അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ, അമ്പിയാക്കൾ ഇല്ലാത്ത കാലത്ത് സംബന്ധിച്ച് പിന്നെ അമ്പിയാക്കൾ എന്ന് പ്രയോഗിച്ചത് എന്താ, അത് ആ ഒരു തഗ്ലീബിന്റെ പ്രയോഗം. അതായത് അമ്പിയാക്കളുടെ മുതുകിലൂടെ എന്ന് പറഞ്ഞാൽ അവരുടെ ആ പ്രത്യേകതകളും അവരുടെ നന്മകളും അവരിലുണ്ടാകുന്ന എല്ലാ ആത്മീയവും ഭൗതികമായ എല്ലാ ഗുണവിശേഷണങ്ങളും പൂർണ്ണതകളും ഒത്തിണങ്ങിയ ആളുകളിലൂടെ ഹത്താ വലദത്തുമ്മു. അപ്പൊ അതുവരെ ആ ഒരു നന്മ നിലനിർത്തി പോന്നിട്ടുണ്ടെന്നും ആ നന്മ അവരിൽ നിലനിന്നിട്ടുണ്ടെന്നും അവരിലൂടെ മാത്രമേ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇതൊക്കെ ആധികാരികമായ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ, തഫ്സീറുകളിലും അതുപോലെ ഹദീസിന്റെ കിതാബുകളിലൊക്കെ സ്ഥിരപ്പെട്ട വസ്തുതയാണ്. ഇത് ഇമാം ഇബ്നു അബി ഹാത്തിം തന്റെ തഫ്സീറിൽ ഈ 2 റിപ്പോർട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അബൂ ഇസ്ഹാഖ് സാലബി അവരുടെ തഫ്സീറിലും കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റ് പല ഹദീസിന്റെ കിതാബുകളിലും ഈ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത് നന്മ മാത്രം ഒത്തിണങ്ങിയ നല്ലവരായ ആളുകളിലൂടെ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അത് ആദം അലൈഹിസ്സലാം മുതൽക്ക് റസൂലുള്ളാഹി തങ്ങൾ ജനനം എടുക്കുന്നത് വരെ ആ രൂപത്തിലാണ് കൊണ്ടുവന്നത്. ഈ വസ്തുതകൾ പല സ്ഥലങ്ങളിലായി ഇപ്പൊ നമ്മൾ വിശദീകരിച്ചു. ഖുർആൻ പലയിടത്തും ഈ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കുന്നത് കാണാം. കാരണം ഇത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും അല്ലാഹു തആല ഈ ഒരു യാഥാർത്ഥ്യത്തെ പലപ്പോഴായി വിശദീകരിക്കുന്നത് കാണാം. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബിഹി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ കദാലിക നുസർരിഫുൽ ആയാതി ലിഖൗമിൻ യഷ്കുറൂൻ. ഇത് അല്ലാഹു തആല പറയുന്നത് എന്താ? ഇതൊരു ഉദാഹരണത്തിലൂടെ അല്ലാഹു തആല ഈ വസ്തുത നമ്മെ ബോധ്യപ്പെടുത്താൻ. നല്ല ഒരു രാജ്യമാണെങ്കിൽ, ബലദു ത്വയ്യിബ്, നല്ല ഒരു ഭൂമി, നല്ല ഒരു രാജ്യം, സ്ഥലമാണെങ്കിൽ, യഖ്റുജു നബാതുഹു ബിഇذن റബ്ബിഹി, അതിന്റെ സസ്യങ്ങൾ, ആ ഭൂമിയിൽ മുളക്കുന്ന സസ്യങ്ങൾ അള്ളാഹുവിന്റെ ഇദ്ന് പ്രകാരം അതെന്താക്കും? ആ രൂപത്തിൽ തന്നെ പുറത്തു വരും. നല്ല ഭൂമിയാണെങ്കിൽ ആ ഭൂമിയിൽ മുളക്കുന്നത് ഏതായിരിക്കും? നല്ലതായിരിക്കും. വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ, മോശപ്പെട്ട ഭൂമിയാണെങ്കിലോ ഖബീസായ സ്ഥലമാണെങ്കിലോ അവിടെ മുളക്കുന്നത് ആ നിലക്ക് മോശപ്പെട്ട തന്നെ ആയിരിക്കും. അതൊരു അസ്വലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണല്ലോ സൃഷ്ടാവ്. ആ സൃഷ്ടാവിനാണല്ലോ ഇതിനെ സംബന്ധിച്ച് അറിയാം. അതെ, അമ്പിയാക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത തൗഹീദാണ്. അതെ, അതന്നെ നമ്മളും പറഞ്ഞു പറഞ്ഞാൽ ചുരുക്കായി അങ്ങനെ തന്നെയാണുള്ളത്. ഇസ്ലാം എന്തായാലും ചോദിക്കണം കേട്ടോ, എന്നാ പിന്നോടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കേൾക്കാലോ. അതെ, അങ്ങനെ തന്നെയാണുള്ളത്. അതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതാണല്ലോ ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നത് കേൾക്കണില്ലേ? ഇസ്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞു കേൾക്കണില്ലേ? ആ അമ്പിയാക്കളുടെ ആ നന്മകളൊക്കെ ഒത്തിണങ്ങിയവരായിരുന്നു അവര്. തിരിയണ്ട അതിന്റെ അർത്ഥം? ഞാൻ തിരിച്ചുതരാം, പോട്ടെ. നല്ല ഭൂമി നല്ലതിനെ മുളപ്പിക്കും, ചീത്ത ഭൂമിയിൽ വരുന്നത് ചീത്തപ്പെട്ടതായിരിക്കും. അതായത് അതൊരു നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. നല്ല ഭൂമിയാണെങ്കിൽ അവിടെ ഏതുണ്ടാവും? സസ്യങ്ങൾ ഉണ്ടാവാൻ, നല്ല നിലക്കുണ്ടാവാൻ എളുപ്പമുണ്ട്. ചീത്തപ്പെട്ട ഭൂമിയാണെങ്കിലോ അവിടെ നല്ലത് മുളക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അത് ഉണ്ടാവില്ല, സാധാരണഗതിയിൽ ഉണ്ടാവില്ല, ഒറ്റപ്പെട്ടൊക്കെ ഉണ്ടാവുകയും ചെയ്യാം, അല്ലേ? അതാണ്. അതിപ്പോ നമുക്കൊക്കെ അറിയുന്ന ഒരു യഥാർത്ഥമാണ്. അവിടെ അല്ലാഹു തആല ആ ഒരു സംഭവം, അതിപ്പോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെ അല്ലാഹു തആല അതൊരു ഉദാഹരണം, നമുക്കറിയുന്ന ഒരു വസ്തുതയിലൂടെ ഈ അസ്ലിനെ, ഈ അടിസ്ഥാന തത്വത്തെ നമ്മെ പഠിപ്പിക്കാൻ, കദാലിക നുസർരിഫുൽ ആയാത്ത്, നമ്മൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിശദമായി പഠിപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇതെന്താണ്? അതായത് ഈ വസ്തുതയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മനുഷ്യനാകുന്ന സസ്യത്തെ സംബന്ധിച്ച, മനുഷ്യൻ മുളച്ചു പൊന്തുന്നതിന്റെ ഗുണത്തെ സംബന്ധിച്ചും ദോഷത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അതൊരു ഉദാഹരണത്തിലൂടെ പഠിപ്പിക്കാം. മനുഷ്യന്റെ ആത്മീയമായ അവസ്ഥ, അവന്റെ നഫ്സ് നന്മയിലേക്കും തിന്മയിലേക്കും ചായാൻ പറ്റുന്നതാണ്. ഇതിൽ 2 സാധ്യതകളുമുണ്ട്. ഇതിൽ നല്ലതിലൂടെ കടന്നു വരുന്ന, നല്ല കുടുംബത്തിലൂടെ നല്ല ഭൂമിയിൽ മുളപ്പിക്കുന്ന സസ്യമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, നല്ല കുടുംബത്തിൽ ജനനമെടുക്കുന്ന മനുഷ്യനാണെങ്കിൽ അവരിൽ അവന്റേതായ ആ കുടുംബത്തിന്റെ നന്മകൾ പലതും നിലനിൽക്കുന്നുണ്ടായിരിക്കും. മനസ്സിലായ? അതാണ് കല്യാണം കഴിക്കുമ്പോഴൊക്കെ കുടുംബം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം. വിവാഹം അന്വേഷിക്കുന്നവരെന്ത് ചെയ്യണം? ഭൗതികമായ, സാമ്പത്തികമായ വളർച്ച, സാമ്പത്തികമായ ഗുണങ്ങൾ, അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ടോ, വെറും കുറെ വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ.
ഈ കുടുംബം എവിടെ നിന്നുണ്ടായതാണ്, ഈ കുടുംബത്തിന്റെ അസലെന്താന്ന് പരിശോധിക്കണം. നല്ല ഒരു കുലീനതയുള്ള അച്ചടക്കവും ദീനിന്റെ ചിട്ടകളും തഖ്വയും അങ്ങനെയൊക്കെ അറിയപ്പെട്ട നന്മകളിൽ അറിയപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് ഏതുണ്ടായിരിക്കും? ആ ഗുണങ്ങൾ പലതും ഉണ്ടായിരിക്കും. അല്ലാതെ വരാം, ഏത് കൊലയിലും ഒരു പേടുണ്ടാവുമല്ലോ, അത് വേറെ കാര്യം. പൊതുവിൽ അതായിരിക്കും സ്ഥിതി. അപ്പൊ ഈ ഭൂമിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ അതാണ് അള്ളാഹു തആല അങ്ങനെ ഉദാഹരണം പറഞ്ഞത്. ചീത്തപ്പെട്ട കുടുംബമാണെങ്കിൽ പെടുന്നതിന് വലിയ പണക്കാരും പൈസക്കാരും പത്രാസും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള പ്രത്യേകമായ എന്തെങ്കിലും നമ്മൾ കാണുന്ന ഗുണങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ കുടുംബം മോശമാണെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെന്താ കാര്യം? വളരെ ഭംഗിയുള്ള കുട്ടിയാണ്, പക്ഷെ എന്താ പ്രശ്നം? പല ദുസ്വഭാവങ്ങളുണ്ട്. പിന്നെ ആ ജീവിതത്തിന് നരകം തന്നെയല്ലേ. പിന്നെ ആ ജീവിതത്തിന് വല്ല സുഖം ഉണ്ടായിരിക്കോ? ഇവിടെ ഭംഗി ഉണ്ടായിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ആ കുട്ടീന്റെ ചെക്കന്റെ ഭംഗി ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പൊ അതാണ് ഈ കുടുംബത്തിന്റെ ഗുണങ്ങൾ പരിശോധിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് എന്ത് ചെയ്തത്? കിതാബുകളിൽ ഈ നിക്കാഹിനെ സംബന്ധിച്ച് പറയുന്നിടത്തൊക്കെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അതാണ്. ഇതൊരു വസ്തുതയാണ്, ഒരു യഥാർത്ഥാണത്. അത് സൃഷ്ടിച്ച അള്ളാഹുവിനാണ് അതിനെ സംബന്ധിച്ച് അറിയുക. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. മനുഷ്യന്മാര് അങ്ങനെയാണ് അതിന്റെ അസൽ നിൽക്കുന്നത്. നല്ല ഒരു കുടുംബത്തിൽ ജനിക്കുന്ന മനുഷ്യനാണെങ്കിൽ ആ നന്മ അവരെ നിലനിൽക്കും. പൊതുവെ അതാണ്. ൊക്കെ അനന്തരമായി എടുക്കുന്ന അതിന് യോഗ്യനായ ഒരു കുട്ടിയായിരിക്കണം. അപ്പൊ ആ തരത്തിൽ
അർത്ഥത്തിലുള്ള ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള യോഗ്യതയുള്ള ഒരു കുട്ടിയെയാണ് ആവശ്യപ്പെടുന്നത്. അവിടെ നമുക്കുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, അപ്പോ കുട്ടികൾ അങ്ങനെയാണ്, ആ നിലക്ക് ആണ് വരുന്നത്. പിതാക്കന്മാരിൽ ഉള്ള ഗുണങ്ങളെ മക്കൾ എന്ത് ചെയ്യും? സമ്പാദിച്ചെടുത്തുകൊണ്ടിരിക്കും. അത് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. അതുകൊണ്ട് തന്നെ ആണ് ആലി യാക്കൂബ് നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞത് ആരാണ്? അത് ബനൂ ഇസ്രായേൽക്കാരില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെ തന്നെയാണ് അത് വരുന്നത്. ഇന്നല്ലാഹു അസ്തഫ ആദമ വനൂഹൻ വആല ഇബ്രാഹിം വആല ഇമ്രാൻ. അപ്പൊ ആ നിലക്കുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെ വരുന്ന ആ ഗുണങ്ങളൊക്കെ എന്താക്കി ഒത്തിണങ്ങിയിട്ടുള്ള നന്മകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു കുട്ടിയെ എനിക്ക് വേണം. അപ്പോൾ അവിടെ പറഞ്ഞത് എന്താ? കുട്ടികൾ പിതാക്കന്മാരിലുള്ള ഗുണങ്ങളാണെങ്കിൽ ഗുണങ്ങൾ, അല്ലാത്തതാണെങ്കിൽ അല്ലാത്തത്, അത് സന്താന പരമ്പര ഏറ്റെടുത്ത് ഇക്തിസാബ് ചെയ്ത് ഏറ്റെടുത്ത് അത് സൂക്ഷിച്ച് എന്ത് ചെയ്യും? അത് നിലനിർത്തും. മക്കളിൽ അത് നിലനിൽക്കും. ഈ നിലനിൽക്കുന്നത് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. അപ്പൊ നല്ലവരിലൂടെ വരുന്ന കുട്ടിയാണെങ്കിലും ആ കുട്ടിയിൽ നന്മ തന്നെ ഉണ്ടാവുള്ളൂ. നല്ലത് മാത്രമുള്ളവരിലൂടെ വരുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയിൽ നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ നിലക്ക് സൂക്ഷിച്ചു കൊണ്ടുവരാനുണ്ടായ കാരണം അതാണ്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിതാക്കന്മാരിലൂടെ കടന്നു വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതുപോലെ തങ്ങളുടെ പിതാക്കന്മാർ ഏറ്റവും നല്ലവരാണ്. അതെന്തിനു വേണ്ടി? അവരിലുള്ള നന്മകളൊക്കെ ഈ കുട്ടിയിൽ നിലനിൽക്കാൻ വേണ്ടി. ഈ കുട്ടിയുടെ അസ്ല് തന്നെ ആ നിലക്ക് നന്മയിൽ ചാലിച്ചെടുത്തതായിരിക്കണം. നന്മയിൽ മുളച്ചതും നന്മയിൽ ചാലിച്ചെടുത്ത് നന്മയിൽ വളർന്ന് പുറത്തു വരുന്നതായിരിക്കണം. ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഇതിന്റെ ഈ കുട്ടി ജനിക്കുന്ന തറവാട് ഉപ്പമാര് അല്ലെങ്കിൽ ഉമ്മമാരാരെങ്കിലും മോശക്കാരുണ്ടെങ്കിൽ വല്ലതീ ഖബുസലാ യഖ്റുജു ഇല്ലാ നക്കിദ എന്നാണ് പറഞ്ഞത്. മോശപ്പെട്ടതിലൂടെ വരുന്നതിന് അതിന്റെ മോശം ഉണ്ടായിരിക്കും, ഒന്നല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഉണ്ടായിരിക്കും. ഒരിക്കലും ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം അവരിൽ ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വലിയ മഹാന്മാരായ നല്ലവരായ മാത്രം ആയ ആളുകളിലൂടെ കൊണ്ടുവരാനുണ്ടായ കാരണം ആ നന്മ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പ്രവാചകന്മാർ. എന്തുകൊണ്ട്? അവരുടെ നഫ്സ്, ആത്മീയമായ അവരുടെ നഫ്സ് തന്നെ എല്ലാ അർത്ഥത്തിലും തസ്കിയത്ത് നൽകപ്പെട്ടതായിരിക്കണം, സംശുദ്ധമായിരിക്കണം. എല്ലാവിധ കുറവുകളെത്തൊട്ടും ദുസ്വഭാവങ്ങളെത്തൊട്ടും സംശുദ്ധമായിരിക്കണം. അത് നിർബന്ധമാണ്. കാരണം എന്തുകൊണ്ട്? അവർ മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ വരുന്നവരാണ്. അവർ മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു തസ്കിയത്ത് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ്. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്, ഇതിനാണ് വേണ്ടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ ഏതുണ്ടായാൽ ഈ നിലക്കുള്ള കുറവുകളും വീഴ്ചകളും ഉണ്ടായാലോ അവരെ പിന്നെ തസ്കിയത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അമ്പിയാക്കളൊക്കെയും ഈ നിലക്ക് കടഞ്ഞെടുത്ത് അല്ലാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ്, ഈ നിലക്കുള്ള കടഞ്ഞെടുത്ത ശുദ്ധീകരിക്കപ്പെട്ട ആളുകളായിരിക്കണം. അതിന്റെ തുടക്കം എവിടെ നിന്നാണ്? അല്ലാഹു തആല ഈ തെരഞ്ഞെടുക്കും എന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്ന് തുടങ്ങും? അത് ഈ പ്രവാചകനാവാൻ പോകുന്ന കുട്ടി ഏത് തറവാട്ടിൽ ജനിക്കണമെന്നത് മുതൽക്കാണ് ആ തെരഞ്ഞെടുക്കൽ തുടങ്ങുന്നത്. ചുരുക്കം അതാണ്. നമ്മൾ നബൂവത്തിന്റെ ഒരു ഒന്നാം ഘട്ടത്തെ സംബന്ധിച്ച് മാത്രമാണ് പറയുന്നത്. നബൂവത്ത്, ഒരു പ്രവാചകൻ വരുമ്പോൾ ഒരു നബി എങ്ങനെയുള്ള ആളായിരിക്കണം, ആരാണ് നബിയാവാൻ യോഗ്യൻ, അത് എല്ലാവരും അതിന് പറ്റൂല എന്ന കാര്യം ഉറപ്പ് തന്നെ. പിന്നെ അതിനുള്ള ചില യോഗ്യതകളൊക്കെ ഉള്ള ആളുകളെ അതിന് പറ്റുള്ളൂ. അതെ, അത് ആ യോഗ്യത ഉള്ള ആളുകൾ അല്ലാഹു തആല അതിനു വേണ്ടി ഇസ്തിഫാ ചെയ്ത് തെരഞ്ഞെടുക്കുകയാണ്. ഇത് എവിടെ നിന്ന് തുടങ്ങും ഈ തെരഞ്ഞെടുക്കൽ? ഈ കുട്ടി ജനിച്ചു കുറെ കാലങ്ങൾക്ക് ശേഷം പ്രവാചകനാവുന്ന 40 വയസ്സിന്റെ പ്രായമൊക്കെ എത്തുമ്പോ അല്ലാഹു തആല ഒരാളങ്ങോട്ട് നോക്കിയിട്ട് മൂപ്പരെ ഏൽപ്പിച്ചോളി എന്ന് പറയലൊന്നുമല്ല. ചില ആളുകളുടെ വർത്തമാനമൊക്കെ കേട്ടാലേ, പണ്ടൊരിക്കൽ ഒരുത്തന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഷാർജയിലുണ്ട് ഈ ഒലക്കനോളം നീളമുള്ള നാവും കൊണ്ടൊരു ചങ്ങാതി. ഇപ്പൊ മൂപ്പർ അങ്ങനെ കേൾക്കാറില്ല. അയാളൊരു പ്രസംഗം കുറെ മുമ്പ് എനിക്കൊരാൾ കേൾപ്പിച്ചു തന്നതാണ്. ഇവന്റെ പ്രസംഗമൊക്കെ കേട്ടു നോക്കുമ്പോ എനിക്കിങ്ങനെ തോന്നി, അന്നിപ്പോ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കൊടുക്കുന്ന സമയത്ത് ഇവനെങ്ങാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങൊന്നും കൊടുക്കുമായിരുന്നു. അമ്മാതിരി ഒരു പറച്ചില്. അതിപ്പോ ഒന്നുമല്ല, അത് അങ്ങനെ അല്ലാഹു തആല കൊടുക്കുമ്പോ അതായി. അപ്പൊ വലിയൊരാളായി. അപ്പൊ ആളൊരു വേറിട്ട ആൾ തന്നെയാണ്. അപ്പൊ എപ്പോഴാ അതിങ്ങനെ റസൂലുള്ള ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ആ സമയത്ത് മാത്രം ഒരു 3-4 മാത്രമൊക്കെ മുമ്പ് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ, വഹയി കൊടുക്കുന്ന സമയത്ത് മാത്രം, കുറച്ച് സമയത്തേക്ക് മാത്രം, ഇങ്ങനെ ഒരു 5-8 മാത്രമൊക്കെ പറഞ്ഞിട്ട് ഈ സമയത്ത് മാത്രമേ ഒരു വേറിട്ട അവസ്ഥ ഉള്ള മറ്റുള്ളവരിൽ നിന്ന്
സാധാരണ മനുഷ്യനാന്ന് നമ്മൾ പറയേണ്ടത് അത് ശരിയല്ല, നമ്മൾ അങ്ങനെ പറയണമെന്നില്ല എന്ന് മൂപ്പര് പറഞ്ഞു കൊണ്ടുവരുന്നത്. പറഞ്ഞു മൂപ്പര് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് ആ വഹയും കൊണ്ട് വരുമ്പോ മാത്രം കുറച്ച് സമയത്തേക്ക് മാത്രം കുറച്ച് പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം ജിബ്രീലിനൊന്നിങ്ങനെ കാണാനും കേൾക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടാകും. ഇതാണ് ഇപ്പൊ മറ്റുള്ള മനുഷ്യന്മാരും റസൂലുള്ളാഹിയും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം എന്നാ ഇപ്പൊ മൂപ്പര വർത്താനത്തിന്റെ ചുരുക്കം. അത് കേട്ടൊക്കെ മൂപ്പര് ഇങ്ങനെ തോന്നും, ഇവനൊക്കെ അന്ന് അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോ ഇവനക്കും കിട്ടായിരുന്നു. എന്ത് വിഡ്ഢിത്താണ് ഈ വിളിച്ചു പറയുന്നതൊക്കെ. അതെന്താന്ന് പറ്റിയെന്ന് വെച്ചാൽ ഖുർആന് പഠിക്കേണ്ടെന്നൊരു വഴിയുണ്ട്, അങ്ങനെ പഠിക്കണം. അല്ലാതെ എവിടെന്നെങ്കിലും കിട്ടുന്നതും കേൾക്കുന്നതും ഓഫീസിന് എഴുതി തരുന്നതും മാത്രം ഖുർആന് എന്ന് വിശ്വസിച്ചാൽ പറ്റില്ലല്ലോ. ഇവിടെ ഒരു യഥാർത്ഥത്തിൽ അള്ളാഹു അവതരിപ്പിച്ച ഒരു ഖുർആൻ ഉണ്ടല്ലോ, അത് പഠിക്കാത്ത കുറവാണ്. ഇത്തരം പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് നബുവത്തിനെ ചെറുതാക്കുകയാണ്. വാസ്തവത്തിൽ അതൊക്കെ യഥാർത്ഥത്തിന് വിരുദ്ധാണ്. അല്ലാഹു തആല തന്നെ വളരെ വ്യക്തമായി പറയുന്നത്, നബുവത്ത് നൽകപ്പെടുന്നതിന്റെ മുൻപ് തന്നെ ഒരുപാട് പ്രത്യേകതകൾ അവർക്കുണ്ടായിരിക്കണം. അങ്ങനത്തെവർക്ക് അത് നൽകാൻ പറ്റൂല. നൽകുമ്പോണ്ടാണ് പ്രത്യേകത എന്നല്ല അള്ളാഹു പഠിപ്പിച്ചത്. അത് ഇവരുടെ വകയാണ്, വിഡ്ഢിത്താണ് പറയുന്നതൊക്കെ. നബുവത്ത് നൽകുന്നതിന്റെ മുൻപ് തന്നെ ഒരുപാട് ഗുണങ്ങൾ ഒരുമിച്ച് കൂടേണ്ടതുണ്ട്. അതിന് പറ്റുന്ന ആളുകൾ അല്ലാഹു തആല റസൂലാവാൻ പറ്റുന്ന ആളുകൾ അല്ലാഹു തെരഞ്ഞെടുത്തിട്ട് കേൾപ്പിക്കുന്നതാണ്. തെരഞ്ഞെടുക്കുകയാണ് അവരെ, എന്നല്ലാതെ ആരെങ്കിലും ഒക്കെ കാണുമ്പോ ഒരാളാണ്ട് കാണുമ്പോ ആ നാളെ മുതൽക്ക് നിങ്ങൾ നബി ആയിക്കോളൂ എന്ന് പറയുന്ന പണിയൊന്നല്ല. അപ്പൊ എന്തായി? അതിന് പറ്റുന്ന ആളുകളെ പ്രത്യേകം തെരഞ്ഞെടുക്കുകയാണെന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് എവിടെ നിന്ന് തുടങ്ങും? 40 വയസ്സായ സമയത്ത് അല്ലാഹു തആല നബുവത്ത് കൊടുക്കാനും കൊണ്ട് ഉദ്ദേശിച്ചപ്പോ ആൾക്കാരൊക്കെ ഒന്നിങ്ങനെ നോക്കി. അതിൽ 40 വയസ്സുള്ള ആൾക്കാരെ മൊത്തം അങ്ങനെ നോക്കിയപ്പോ ഒരാൾ ഇങ്ങനെ പോകണുണ്ട്. അപ്പൊ മൂപ്പര് അങ്ങോട്ട് തെരഞ്ഞെടുക്കലൊന്നല്ല, മറിച്ച് ഈ തെരഞ്ഞെടുക്കുക യസ്തഫീ മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസി എന്ന് പറഞ്ഞത് എവിടെ നിന്ന് തുടങ്ങും? അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മായില. ഈ കുട്ടി ജനിക്കേണ്ടത് ഏത് തറവാട്ടിൽ ജനിക്കണം എന്നത് മുതൽക്ക് തുടങ്ങും ആ തെരഞ്ഞെടുക്കൽ. ആ പ്രവാചകനായി നൂറ്റാണ്ടുകൾക്ക് ശേഷം വരാൻ പോകുന്ന കുട്ടി ഏത് തറവാട്ടിലൂടെ കടന്നു വരണം, ഏത് കുടുംബത്തിൽ ജനിക്കണം, ഏതൊക്കെ പിതാക്കന്മാരുടെ മുതുകിലൂടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിലൂടെയാണ് കടന്നു വരേണ്ടത് എന്നത് മുതൽക്ക് തുടങ്ങും ആ തെരഞ്ഞെടുക്കൽ. അങ്ങനെ അതിന് യോഗ്യമായ കുടുംബത്തിലൂടെ മാത്രമേ ഈ കുട്ടിയെ അല്ലാഹു തആല എന്താക്കുള്ളൂ, ജന്മം നൽകി കൊണ്ടുവരികയുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങും. പിന്നെ ജനിച്ചത് മുതൽക്ക് നുബുവത്ത് വരെയുള്ള കാലഘട്ടം അതൊക്കെ വ്യത്യസ്തമായ വേറിട്ടുള്ള അവസ്ഥകൾ അവർക്കുണ്ടാവണം. ഉണ്ടായേ പറ്റൂ, അല്ലാത്തവർക്ക് നബിയാവാൻ സാധ്യമല്ല. ആ നുബുവത്ത് ഏറ്റെടുക്കുക എന്നത് അവരെ സംബന്ധിച്ചോളം സാധിക്കുന്ന കാര്യമല്ല, സാധാരണ ആളുകൾക്ക് പറ്റുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ തസ്കിയത്തിന് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരാരായിരിക്കണം? എല്ലാ അർത്ഥത്തിലും മുസക്ക അഥവാ തസ്കിയത്ത് നൽകപ്പെട്ടവരായിരിക്കണം. അതാരാ അവർക്ക് നൽകുന്നത്? മറ്റുള്ളവർക്ക് നൽകുന്നത്, മറ്റുള്ളവർക്ക് അത് ചെയ്തു കൊടുക്കുന്നത് അമ്പിയാക്കളാണ്. അതേ സ്ഥാനത്ത് അമ്പിയാക്കൾക്ക് ആരാണ് അത് ചെയ്തു കൊടുക്കുന്നത്? നേരിട്ട് അല്ലാഹു തആല തന്നെ ചെയ്തു കൊടുക്കുകയാണ്. ആ നിലക്കാണ് അല്ലാഹു തആല അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഹിറക്കൽ രാജാവ് അബൂ സുഫിയാനോട് ചോദിച്ച ചില ചോദ്യങ്ങളെ സംബന്ധിച്ച് ബുഖാരിയും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഹിറക്കൽ രാജാവ് അന്ന് അബൂ സുഫിയാനോട് ചോദിച്ച കാര്യമാണേത്? കൈഫ നസബുഹു ഫീക്കും. ഈ പ്രവാചകനാണെന്ന് പറയുന്ന ഈ വ്യക്തി റസൂലുള്ളാഹി തങ്ങളുടെ കത്ത് കിട്ടിയ അവസരമാണ്. ഹിറക്കൽ രാജാവിന് റസൂലുള്ളാഹി തങ്ങളുടെ കത്ത് കിട്ടിയ അവസരമാണ്. അപ്പോഴാണ് ഇവര് ഷാമിൽ ഇങ്ങനെ കച്ചവട ആവശ്യാർത്ഥം പോയ മക്കക്കാരായ ആളുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെ വിളിച്ചു കൂട്ടിയതാണ്. അന്ന് അബൂ സുഫിയാൻ ഭയങ്കര ശത്രുവാണ്. ആ അബൂ സുഫിയാനെയും ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഹിറക്കൽ ചോദിച്ച കൂട്ടത്തിൽപ്പെട്ടതാണ് കൈഫ നസബുഹു ഫീക്കും. ഈ പ്രവാചകൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ തറവാട് എങ്ങനെയാണ്? ഹിറക്കൽ ചോദിക്കാണ്. ഹിറക്കൽ എന്ന് പറഞ്ഞാൽ അഹ്ലു കിതാബുകളിൽപ്പെട്ട, അവരുടെ അഹ്ലു കിതാബുകളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ്. അയാൾക്ക് ആ തൗറാത്തിൽ ഇഞ്ചീൽ നിന്നുള്ള ഇൽമുണ്ട്. അത് വെച്ചിട്ട് അയാൾ ചോദിക്കുന്നത്. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും അമ്പിയാക്കളെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ട്. അത് വെച്ചിട്ടാണ് അയാൾ ചോദിക്കുന്നത്. ഈ വ്യക്തിയുടെ തറവാട് എങ്ങനെ, നല്ല തറവാടാണോ? അപ്പൊ അബൂ സുഫിയാൻ കുടുങ്ങിയിട്ട് പറഞ്ഞു, ഹുവ ഫീനാ ദൂ നസബിൻ. അതെ, ഞങ്ങൾക്കിടയിൽ നല്ല ഉയർന്ന തറവാടുള്ള വ്യക്തിയാണ്, നല്ല തറവാട്ടുകാരനാണ്. ഏതെങ്കിലും സാധാരണ ഒരു നിലവാരമില്ലാത്ത കുടുംബത്തിൽ പിറന്ന ആളല്ല. ഇതിന് അടിവരയിട്ടുകൊണ്ട് പിന്നെ ഹിറക്കൽ പറഞ്ഞത് എന്താണ്? ഫകദാലിക റുസുലു തുബ്അസു ഫീ നസബി ഖൗമിഹാ. ഫകദാലിക റുസുലു തുബ്അസു ഫീ നസബി ഖൗമിഹാ. നീ പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ തറവാടുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. അതെ, മുർസലീങ്ങൾ എപ്പോഴും, ഹിറക്കലിന്റെ വാക്കാണത്, മുർസലീങ്ങൾ എപ്പോഴും അവരുടെ ജനതയിൽ ഏറ്റവും ഉയർന്ന തറവാട്ടിൽ ജനിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയാണ്. കദാലിക റുസുലു.
ഇപ്രകാരം തന്നെ മുർസലീങ്ങൾ തുബ്അസു ഫീ നസബി ഖൗമിഹ, ആ മുർസലീങ്ങളുടെ ഖൗം ജനങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല ഉയർന്ന നിലവാരമുള്ള തറവാട്ടിലാണ് അവർ ജനിക്കുക. നല്ല തറവാട്ടിലെ അവർ ജനിക്കുള്ളൂ. അത് ആവശ്യമാണ്. അതിന്റെ ചില ഗുണങ്ങളുണ്ട്. നല്ല തറവാടിന് നല്ലതായ ചില ഗുണങ്ങളുണ്ട്. അങ്ങനെ അത് പറ്റുള്ളൂ. ഇത് ഇറക്കലിനറിയാം, അത് തൗറാത്തിൽ ഇൻജീലിൽ അറിയുന്ന വിഷയമാണത്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. ഏതെങ്കിലും ആവട്ടെ, ഇമാം ബുഖാരി മറ്റത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ യഥാർത്ഥം. ഒരു പ്രവാചകനെ അല്ലാഹു തആല പ്രവാചകനാക്കാൻ പോകുന്ന വ്യക്തിയെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു കൊണ്ടുവരുന്നതാണ്. നബുവത്ത് റിസാലത്ത് നൽകപ്പെടുന്നതിന് മുൻപ് തന്നെ അവർ ഒരുപാട് പ്രത്യേകതകളും ഗുണങ്ങളും യോഗ്യതകളും നന്മകളും ഒത്തിണങ്ങിയ ആളുകളായിരിക്കണം. അതിന് പറ്റുന്ന ആളുകൾ അല്ലാഹു തആല ആ നിലക്ക് തെരഞ്ഞെടുക്കുകയാണ്. ഈ തെരഞ്ഞെടുത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ കുട്ടി കടന്നു വരേണ്ടുന്ന തറവാട് കുടുംബം ഏത് എന്നത് മുതൽക്ക് തുടങ്ങും അത്. അപ്പൊ നല്ല ഒരു തറവാട്ടിൽ ജനിച്ചവരായിരിക്കണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും എല്ലാ അമ്പിയാക്കളുടെയും പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കുടുംബം ഏറ്റവും നല്ലവരാണ്. നല്ലവരിൽ ഏറ്റവും നല്ലവരാണ്. ആ നല്ലവരിൽ മാത്രമേ അവർ ജനിക്കാൻ പറ്റൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു? മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനൻ ഫഖർനൻ. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ തറവാടിൽ ഓരോ തലമുറകളിലും ഏറ്റവും നല്ലവരിൽ മാത്രമാണ് ഞാൻ കടന്നു വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുണ്ടായ കാരണം അതാണ്. ചുരുക്കത്തിൽ അമ്പിയാക്കളുടെ തറവാട് ഏറ്റവും ഉത്തമവും നല്ലതും ഉയർന്നതുമായിരിക്കണം. അവിടെ പ്രവാചകൻ ജനിക്കാൻ പാടുള്ളൂ, സാധിക്കുകയുള്ളൂ. അല്ലാതെ വരുന്നവർക്ക് പ്രവാചകനാവാൻ പറ്റില്ല എന്നാണ് ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമാക്കി തരുമാറാവട്ടെ. അമ്പിയാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ആ നബുവത്ത് നൽകപ്പെടുന്നതോടു കൂടി മാത്രമേ അവർക്ക് മഹത്വം ഉണ്ടാകുന്നുള്ളൂ. അതിന്റെ മുൻപ് അവർ സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരൻ മാത്രമാണെന്ന് പറയുന്നത് വിഡ്ഢിത്തവും വിവരക്കേടും പരിശുദ്ധ ഖുർആനിന്റെ വളരെ കൃത്യമായ അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധവും നുബുവത്തിനെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ലാത്ത മണ്ടത്തരമാണെന്നാണ് മിതമായ ഭാഷയിൽ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒരിക്കലുമല്ല. നുബുവത്ത് നൽകപ്പെടുന്നതിന്റെ മുൻപ് തന്നെ അവർ എല്ലാ നിലക്കുള്ള അർഹമായ യോഗ്യതകളും പ്രത്യേകതകളും ഒത്തൊരുമിച്ച കൂടെ ആളുകളായിരിക്കണം. അവരെ അത് നൽകാൻ പറ്റൂ. അല്ലാതെ ആർക്കും നൽകുമ്പോ കിട്ടുന്ന പ്രത്യേകതയാണ് എന്നത് നുബുവത്തിന്റെ നിഷേധികൾ പറഞ്ഞതാണ്. ഞങ്ങൾക്കും നൽകിക്കൂടെ എന്ന് പറഞ്ഞാൽ അവർക്ക് നൽകാമെങ്കിൽ ഞങ്ങൾക്കും നൽകിക്കൂടെ എന്ന് ചോദിച്ചാൽ എന്താ? അവർക്ക് നൽകാമെങ്കിൽ ഞങ്ങൾക്കും നൽകാം, ഞങ്ങളെപ്പോലെ തന്നെയല്ലേ അവരും, അപ്പൊ അവരെ പോലെ തന്നെയല്ലേ ഞങ്ങളും അവരും സമം തന്നെയല്ലേ എന്ന ഈ വാദം, സാധാരണക്കാരിൽ സാധാരണക്കാരൻ എന്ന ഈ വാദം നുബുവത്ത് നിഷേധികളുടേതാണ്. അത് സമൂഹത്തിലേക്ക് കടത്തിവിടാൻ ആരൊക്കെയോ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടോ അതല്ലെങ്കിൽ വിവരക്കേട് കാരണോ പല ആളുകളും അതിനു വേണ്ടി ശ്രമിക്കുന്നു. അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അത്തരം വാദമുഖങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ മോനെ അപ്പൊ തന്നെ ഒടിക്കണം. ഈ വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. നബുവത്തിന്റെ ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടമാണ് അവർ ജനിക്കുന്ന കുടുംബം ഏത് തരത്തിലുള്ളതായിരിക്കണമെന്നത്. അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.